ഭാഗ്യവാരോ. എക്സലന്റ് ആസ്ട്രോളജിസ്റ്റ്, ജ്യോതിഷ താന്ത്രിക തിലകം. ദേശീയവും അന്തർദേശീയവുമായി 100-ലധികം അവാർഡുകൾ കരസ്ഥമാക്കിയ, ട്രാവൻകൂർ ദേവസ്വം ബോർഡിൽ 50 വർഷത്തിലധികം മേൽശാന്തിയായി സേവനമനുഷ്ഠിച്ച, 30 ലക്ഷത്തിലധികം പ്രേക്ഷകർക്ക് ജ്യോതിഷ താന്ത്രിക വാസ്തു പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുള്ളതുമായ ഡോക്ടർ ശ്രീ കുടമാളൂർ ശർമാജി. 2026 ഓഗസ്റ്റ് 17 ചിങ്ങം 1-ാം തീയതി മുതലുള്ള രാശിഫലം. പുതിയ അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം ശ്രീ കുടമാളൂർ ശർമാജിയെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. 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 എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഓണാശംസകൾ. സ്ഥിതിസമത്വത്തിൻ്റെയും സുന്ദരമായ ഒരു ജനങ്ങളുടെ ഒരു കാലഘട്ടത്തിലെ, ഒരു സാമൂഹ്യ കാലഘട്ടത്തിലെ വിഭവസമൃദ്ധമായവും സന്തോഷവും മംഗളകരവും ആഹ്ലാദപരവുമായ ഒരു മാവേലി ഭരണകാലം, അതിനെ അയവിറക്കിക്കൊണ്ട് എല്ലാ വർഷവും നാം ഓണം ആഘോഷിക്കുന്നു. പ്രകൃതിദത്തമായതും ദൈവീകമായതും ചരിത്രവും പുരാണവും കൂടെ കൈകോർക്കുന്നതും വിഭവസമൃദ്ധിയും അതുപോലെ വിളവെടുപ്പ് മഹോത്സവവും എല്ലാം കൂടെ കൊണ്ടും മനുഷ്യനെ തുല്യതയിൽ കാണുന്നതും പ്രകൃതിയുമായി രമ്യതയിൽ എത്തുന്നതും ഏകോപിച്ചും സമത്വസുന്ദരമായ ഒരു ഭാവന ഉടലെടുത്തും ഉള്ള അന്നത്തെ ആ മാവേലി തമ്പുരാനെ വരവേൽക്കുവാനായി നമ്മൾ എല്ലാവരും ഒരുങ്ങിയിരിക്കുന്ന ആ പുതു ഓണക്കാലം ജ്യോതിശാസ്ത്രപരമായിട്ടും പുതുവർഷമാണ്. പിന്നീട് പരിഷ്കരിച്ചാണ് ഇംഗ്ലീഷ് വർഷവും കാര്യങ്ങളൊക്കെ വന്നത്. പഠിത്തവും വിദ്യാഭ്യാസവും മാസശമ്പളവും അങ്ങനെ ജനുവരി മുതൽ ഡിസംബർ വരെ ഇംഗ്ലീഷ് മാസം പോലെ മലയാള മാസങ്ങളും ആണ്ട് പിറപ്പ് ചിങ്ങമാസം മുതൽ അടുത്ത ചിങ്ങമാസം വരെ 1203 ചിങ്ങമാസം വരെയുള്ള ഒരു വർഷത്തേക്കുള്ള അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളും അവയുടെ സഞ്ചാരവീഥികളായ മേടം മുതൽ മീനം വരെയുള്ള 12 രാശികളും 2.25 നക്ഷത്രം വീതം എളുപ്പത്തിൽ ഓരോരുത്തരുടെയും പൊതുവായിട്ട് ഓരോ വർഷഫലം ആണ് ഇവിടെ പ്രവചിക്കുവാൻ പോകുന്നത്. അവനവൻ ജനിക്കുന്ന സമയം അനുസരിച്ചുള്ള ഗ്രഹനിലയും ദശാകാലവും യോഗഫലങ്ങളുമാണ് കൂടുതൽ കൃത്യം എങ്കിലും പലർക്കും ജന്മസമയങ്ങളോ അല്ലെങ്കിൽ ജന്മലഗ്നങ്ങളോ പലർക്കും അറിവില്ലാത്തതുകൊണ്ടും അതുപോലെ തന്നെ പുതിയ പുതിയ മേടവിഷു അതുപോലെ ആണ്ടുപിറപ്പ് ഇംഗ്ലീഷ് വർഷക്കണക്കിനുള്ള ഫലങ്ങൾ ഇവയെല്ലാം നമുക്ക് അനുഭവത്തിൽ വരുന്നതാണ്. നമുക്ക് മേട രാശി അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം വരുന്ന മേടരാശിയുടെ ഫലങ്ങൾ ഒരു വർഷത്തേക്കിന് ശരാശരി എങ്ങനെയെന്ന് നമുക്ക് ചിന്തിക്കാം. അവയെ കോമണായിട്ട് പറയുകയാണെങ്കിൽ വർഷങ്ങളായിട്ട് ഉന്നത പഠനം വേണം എന്നാഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിന് തടസ്സപ്പെട്ട് കിടന്നിരുന്ന ഈ രാശിപ്പെട്ട വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ 2024, 25, 26 വർഷങ്ങളും കാത്തിരിക്കുന്ന പൊതുവിദ്യാഭ്യാസം, ഉയർന്ന പഠനം ഇങ്ങനെയുള്ളവയ്ക്കൊക്കെ ഒരു അനുകൂലമായ സന്ദർഭമാണ്. കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കും തോറുമേറിടും മേന്മ നൽകും നശിച്ചാലും വിദ്യ തന്നെ മഹാധനം. വിദ്യാഭ്യാസമാണ് ഏറ്റവും വലിയ ധനം എന്ന് പുരാണ പണ്ഡിതന്മാർ, പുരാണ ഋഷീശ്വരന്മാരും പറഞ്ഞിട്ടുണ്ട്. അതേത് വിദ്യ എന്നുള്ളതല്ല, എല്ലാം വിദ്യ തന്നെ. അത് കഴിഞ്ഞ് 2ാം സ്ഥാനം ധനത്തിനും ഒക്കെ ഉള്ളൂ. കൂടുതലായിട്ടും ജീവിത ആസ്വാദനം ഈ രാശിക്കാർക്ക്, ജീവിത വിജയം, സാമൂഹ്യ വിജയം, കുടുംബപരമായും ഭരണപരമായും തൊഴിൽപരമായും വിജയത്തിലേക്കെത്തുന്ന കാലം, പുതിയ ബിസിനസ്സുകളോ കാര്യങ്ങളോ സ്റ്റാർട്ട് ചെയ്യുന്ന കാലം, ജീവിത സന്നാഹങ്ങൾ, സ്വന്തക്കാരും ബന്ധക്കാരും മിത്രങ്ങളും സൗഹാർദ്ദങ്ങളും കൈകോർക്കേണ്ട ചില അസുലഭ
സന്ദർഭങ്ങൾ, അസുലഭപരമായ ആഴ്ചകൾ, ഇവയെല്ലാം ഒത്തുചേരുന്നതാണ് ഈ വർഷഫലം. അപ്പോൾ മേടൻ രാശിക്കാർക്ക് പൊതുവെ നവംബർ മാസം മുതൽ ഒന്നുകൂടെ, പ്രത്യേകിച്ച് കുടുംബസ്ഥർക്ക് സന്താനങ്ങളെ കൊണ്ട് മേൽഗതിയും, സന്താനങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസമോ ജോലിയോ വസ്തുവോ വീട് വാഹനം ഇത്യാദികളോ വിദേശയാത്ര, മംഗല്യം, ഇങ്ങനെയുള്ള ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാവേണ്ട സമയം കൂടിയാണ്. ഇപ്പോൾ ഈ വർഷത്തിലെ നവംബർ മുതൽ ഒന്നുകൂടെ കുതിച്ചു കയറുന്ന അല്ലെങ്കിൽ ഒന്നുകൂടെ തെളിയുന്ന സമയമാണ് മേടരാശിക്കാരായ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം നക്ഷത്രക്കാർക്ക്. ജീവിത വിജയവും നാനാവഴികളിൽ സാമ്പത്തികപരമായ ലഭ്യതയും പണ്ഡിതന്മാരാൽ നന്മകളും, അതുപോലെ തന്നെ ജീവിത വിജയവും ലക്ഷ്യമിട്ട കാര്യങ്ങളും നടക്കേണ്ട കാര്യങ്ങളാണ്. ഇവയൊക്കെ എല്ലാം ഉണ്ടാകുമെങ്കിലും ഈ രാശിക്കാർക്ക് ഏഴരശനിയുടെയും രാഹുഗതികളുടെയും നിപ്പ് ഇവരുടെ സൗഭാഗ്യത്തെ, ഈ രാശിക്കാരുടെ, അത് വിദ്യാർത്ഥികളായാലും ഉദ്യോഗാർത്ഥികളായിരുന്നാലും ഉദ്യോഗസ്ഥരായിരുന്നാലും ബിസിനസ്സുകാരായിരുന്നാലും സാമൂഹ്യ ഭരണകർത്താക്കളോ കലാരാഷ്ട്രീയം ട്രേഡ് യൂണിയൻ മേഖലയിൽ നിൽക്കുന്നവരോ രോഗികളോ കേസ് വഴക്ക് കച്ചേരി കോടതി ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരോ ഏതർത്ഥത്തിലും എല്ലാവർക്കും ഈ ഏഴരശനിയുടെയും രാഹുകേതുക്കളുടെയും ആക്രമണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പകർച്ച ദൃഷ്ടി ദോഷകരമായിട്ടിരിക്കുന്നതിനാൽ അവനവൻ്റെ ജനന സമയം, ഡേറ്റ് ഓഫ് ബർത്ത് സമയവും വെച്ച് ദശാകാലവും ജാതക നിലയിൽ രാഹുകേതുക്കളുടെ നിപ്പും ശനിയുടെ നിപ്പും കണക്കിലാക്കി അവ ദോഷകരമെങ്കിൽ അവയ്ക്ക് വേണ്ട പ്രതിവിധികൾ ഓരോ രാശിക്കാരും ഓരോ നക്ഷത്രക്കാരും എടുത്ത് അതിൻ്റെ പ്രതിവിധികൾ ചെയ്താൽ ഈ വർഷത്തെ നന്മകൾ നിറഞ്ഞ ഒരു കാലഘട്ടം അത് നശിക്കാതിരിക്കും, അതിന് കോട്ടം വരാതിരിക്കും. പലവിധ നന്മകൾ, വസ്തു, വീട്, വണ്ടി മുതലായതൊക്കെ വാങ്ങാനുള്ള ഭാഗ്യങ്ങളൊക്കെ ഈ രാശിക്കാർക്കുണ്ട്. വിദ്യാർത്ഥികൾ അവരുടെ ഉപരിപഠനം, വിദേശ പഠനം, അതിനെ കുറിച്ചൊക്കെ എങ്ങനെയായിരിക്കും ഈ വർഷം? വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സന്ദർഭമാണ്. അവരുടെ കഴിഞ്ഞകാല പഠന മാന്ദ്യങ്ങളും എല്ലാം മാറി പഠിക്കണം, വിജയിക്കണം, A+ കിട്ടണം എന്നൊക്കെയുള്ള ആ ധാരണയിൽ അതിനുള്ള കഴിവുകളും വെളിയിലോട്ടൊക്കെ പോയി പഠിക്കാൻ, പണം മുടക്കി പഠിക്കാനുള്ളവർക്ക് നല്ല അനുകൂലമായ സന്ദർഭമാണ്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് പെട്ടെന്ന് കാര്യം നടക്കും, അനുകൂലമായ സന്ദർഭമാണ്. അതുപോലെ ഈ ഉദ്യോഗാർത്ഥികൾ അവരുടെ സ്ഥാനക്കയറ്റം, അവർക്ക് ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ പഠിപ്പ് കഴിവനുസരിച്ചിട്ടുള്ള സ്ഥിരമാകുന്നില്ലെങ്കിലും നവംബർ മാസം മുതൽ അവർക്ക് സ്ഥിരമാവാനുള്ള അവസരമുണ്ട്, ജോലി കിട്ടും. അങ്ങനെ നവംബർ മുതൽ അവസരമാണെങ്കിലും ഇവരുടെ ഈ രാശിയിൽ, അതായത് അശ്വതിയും ഭരണിയും കാർത്തികയും ആദ്യപാദം, ഈ ഏഴരശനിയും രാഹുകേതുക്കളും നിൽക്കുന്നത് ഓൾ വേൾഡ് തരത്തിലുള്ള തൊഴിലധിഷ്ഠിത ബുദ്ധിമുട്ടുകൾ. കാരണം തൊഴിലവസരം കുറയുന്നു, ഉദ്യോഗാർത്ഥികൾ കൂടുന്നു, സാമ്പത്തികം പൊതുവെ കുറയുന്നു, ഓവർ ടൈം മുതലായത് വെട്ടിക്കുറയ്ക്കുന്നു, പുതിയ നിയമനങ്ങൾ കുറയുന്നു. ഇതൊക്കെ സത്യമാണല്ലോ. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കടന്നുകൂടാൻ സാധ്യതയുണ്ട്. അല്ലാത്ത പക്ഷം ജോലി ഉറപ്പായിട്ടും കിട്ടും. അതുപോലെ പ്രൊമോഷൻ്റെ ആയിരിക്കും അടുത്ത് ചോദിക്കുന്നത്. പ്രൊമോഷൻ ആണെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞിരിക്കുന്നവർക്ക് ഗവൺമെൻറ് തലത്തിലോ കേന്ദ്ര ഗവൺമെൻറ് തലത്തിലോ ഇനി വിദേശ രാജ്യങ്ങളിലോ സ്വദേശ സ്ഥാനത്തോ ആണെങ്കിലും ജോലി പ്രൊമോഷനുള്ള അവസരമുണ്ട്, ജോലി കിട്ടും. ഇനി ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുസരണമായിട്ട് എപ്പോഴത്തേക്കാണ്, ഇപ്പോൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മുഴുവൻ ജൂൺ മാസം മുതലാണ്. അപ്പം അതുപോലെ വാഹന വകുപ്പ് മുഴുവൻ ഡിസംബർ ജനുവരി മുതലാണ്. മറ്റേതെങ്കിലുമൊക്കെ ഗവൺമെൻറ് ജോലിക്കാർക്ക് മുഴുവൻ ജനുവരി മുതലാണ്. പെൻഷൻ പറ്റുന്നവർ മുഴുവൻ ഡിസംബറിലാണ്. ഇങ്ങനെയുള്ള കാലദേശ ഭേദങ്ങൾ ഒഴികെ ബാക്കി നോക്കുകയാണെങ്കിൽ പ്രൊമോഷൻ ഉറപ്പായിട്ടും കിട്ടും. ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കിട്ടും. ജോലിയിലിരിക്കുന്നവർക്ക് പ്രൊമോഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള, അല്ലെങ്കിൽ ശമ്പള വർധനവും. നെക്സ്റ്റ്, അതുപോലെ ഈ വിവാഹ ജീവിതം വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് കല്യാണാലോചനകൾ മുറുകാനും കല്യാണം നടക്കാനും
അതുപോലെ മറ്റ് ഗൾഫിലോട്ടോ മറ്റ് UK പോകാനായിട്ട് പേപ്പറൊക്കെ പെൻഡിങ്ങിലൊക്കെ നിൽക്കുന്നവർക്ക് അതിനുള്ള നല്ല സുവർണാവസരവും ഇപ്പോൾ തെളിയുക. പ്രത്യേകിച്ച് നവംബർ മുതൽ. ഇപ്പം ലഭിക്കാത്തവർക്ക് നവംബർ മുതൽ കിട്ടും. ഈ നവംബർ മുതലൊക്കെ അനുകൂലമാണ് എങ്കിലും പിന്നെ കുടുംബസ്ഥരായിരിക്കുന്നവർക്ക് വർഷങ്ങളായി ഒരു വീട് പണിയണം, അല്ലെങ്കിൽ മക്കൾക്കൊരു വീട് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു വില്ല ഒക്കെ വേണം, അല്ലെങ്കിൽ ഡൗറി ആയിട്ട് കൊടുക്കാനായിട്ടൊരു ഫ്ലാറ്റ് വേണം എന്നൊക്കെ മോഹിച്ചിരിക്കുന്നവർക്ക് സുവർണാവസരമാണ്. അതുപോലെ തന്നെ കല്യാണം കഴിച്ച് പിള്ളേരൊന്നും ആവാതെ ബുദ്ധിമുട്ടിയിരിക്കുന്നവർ, ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് ഈ നവംബർ മുതൽ ഈ രാശിപ്പെട്ട കുടുംബിനികൾ അല്ലെങ്കിൽ വിവാഹം കഴിച്ചിരിക്കുന്നവർ അവർ പ്രഗ്നൻ്റ് ആവാനും വിശേഷം ഉണ്ടാവാനും ഒക്കെ ഉള്ള നല്ലൊരു സാധ്യതയുണ്ട്. സന്താന സൗഭാഗ്യം എന്നാണ്. അപ്പം ഇല്ലാത്തവർക്ക് ഉണ്ടാവാനും ഉള്ളവർക്ക് നല്ല നിലയെ വളർത്താനും അവരെ കെട്ടിച്ചു വിടാനും അവരെ കെട്ടിക്കൊണ്ടുവരാനും അവർക്ക് വസ്തു വീട് മുതലായ ഉണ്ടാവാനും കുടുംബസ്ഥർ എന്ന് പറയുമ്പോൾ ആ കുടുംബവുമായി ബന്ധപ്പെട്ട് ലിങ്ക് ചെയ്ത് നോക്കുമ്പോൾ അനവധി ഭാഗ്യങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ടുണ്ടാവാൻ ഈ നവംബർ മുതൽ ഭാഗ്യമുണ്ട്. പഠിത്തമാകാം, ജോലിയാവാം, അവർക്ക് സന്താനങ്ങളാവാം, അവർക്ക് ജോലിയാവാം, വിദേശവാസമാകാം, അവരെ കൊണ്ട് ഒരു മാസ ഇൻകം ലഭിക്കുന്ന മോഹിക്കുന്ന രക്ഷകർത്താക്കളുണ്ട്. മക്കൾ വലുതായി ഡോക്ടറായി, എൻജിനീയറായി, അമേരിക്കയിലായി, അവിടെയായി ഇവിടെയായി എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ലക്ഷങ്ങൾ കിട്ടുകയാണെങ്കിൽ കടം തീർക്കാം. അവർക്കൊക്കെ അനുകൂലമായ ബിസിനസ്സുകാരുള്ള ബിസിനസ് ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്യും. നവംബർ മാസം മുതൽ കുറേയും കൂടി ഐറ്റംസ് എന്താണ് ഇപ്പം പിന്നെ ആളുകൾക്ക് ആസ്വാദ്യം നോക്കിയിട്ട് പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ അല്ലെ പുതിയ ബ്രാഞ്ചുകൾ അവർ സ്റ്റാർട്ട് ചെയ്യും. അതിൽ കൂടെ ആദായങ്ങൾ എടുക്കും. പിന്നെ കേസും വഴക്കും കച്ചേരിയും കോടതിയിൽ നിൽക്കുന്നവർക്ക് ഒരു ഒത്തുതീർപ്പിൻ്റെ അവസരം. രോഗികളായിട്ട് വർഷങ്ങളായിട്ട് കഴിയുന്നവർക്ക് നല്ല ട്രീറ്റ്മെൻറ്റും പുതിയ ഡോക്ടറെ കിട്ടാനും അതിനുള്ള അവസരങ്ങളും ആശ്വാസം. കേസ് വഴക്കുകളുള്ളവർക്ക് ഒത്തുതീർപ്പിനുള്ള അവസരം. മുതലാളിമാർക്ക് പുതിയ തൊഴിലാളികളെയൊക്കെ വെച്ച് കുറേ കൂടെ ബിസിനസ് വ്യാപൃതമാക്കി അവരുടെ മനസ്സിന് സന്തോഷകരമായ ലാഭങ്ങൾ ഉണ്ടാക്കുവാനും തൊഴിലാളികൾക്ക് നിത്യേന തൊഴിൽ കിട്ടുകയും എന്തെങ്കിലുമൊക്കെ മിച്ചം വെക്കാനും ഒക്കെ ഉള്ള അവസരങ്ങളുണ്ട്. പിന്നെ സിനിമയിലും രാഷ്ട്രീയത്തിലുമൊക്കെ നിൽക്കുന്നവർക്ക് ഒന്ന് തിളങ്ങാനുള്ള നല്ലൊരു അവസരം, നല്ല റോളുകൾ കിട്ടും. രാഷ്ട്രീയക്കാർക്കാണ് നല്ല കക്ഷികളുടെ പിൻബലം, ജനപിന്തുണ, നല്ല അധികാരത്തിലേക്കൊക്കെ കയറാനുള്ള അവസരം. ഇതൊക്കെയാണെങ്കിലും രാഹുകേതുക്കളും ശനിയുടെ ആക്രമണം അത് അവനവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് ഗ്രഹനില വെച്ച് നോക്കി അവരുടെ ഓരോരുത്തരുടെയും രാഹുകേതുക്കൾ ശനി എപ്രകാരം നിൽക്കുന്നു. ഗുണകരമെങ്കിൽ ഒരു പ്രതിവിധിയും ചെയ്യണ്ട, അതല്ല ദോഷകരമെങ്കിൽ ഇപ്പോൾ കിട്ടിയ ഈ വർഷം വരുന്ന ആ ദോഷസ്ഥാനത്ത്, അതായത് പണ്ടേ ദുർബല, അത് കഴിഞ്ഞ് ഗർഭിണി, അത് കഴിഞ്ഞ് കൊച്ചു തലതിരിഞ്ഞ് കിടക്കുക, അത് കഴിഞ്ഞ് ഷുഗർ, പ്രഷർ, പിന്നെ ഭൂതപ്രേത ബാധ, മന്ത്രവാദിയുടെ അടി, ഇതെല്ലാം കൂടെ കൊള്ളേണ്ട ഒരു സ്ത്രീയുടെ അവസ്ഥയിലേക്ക് വരും. ഈ ജാതക നിലയിൽ രാഹുകേതുക്കൾ ബദലായിട്ട് ശനി ബദലായിട്ട് നിൽക്കുന്നവർക്ക് ഈ ഏതര ശനിയിലും കാര്യങ്ങളിലും എല്ലാം രക്ഷപ്പെടുന്ന ഒരു സ്ഥാനമാണ് ഈ വർഷം കിട്ടിയിരിക്കുന്നതെങ്കിലും ഈ പ്രശ്നങ്ങൾക്ക് ഓരോരുത്തരുടെയും ഗ്രഹനില നോക്കിയിട്ട് ഓരോന്നാണ് പ്രതിവിധി. എല്ലാവർക്കും പനിക്ക് ഒരേ ഗുളികയും ഒരേ ഇഞ്ചക്ഷനും അല്ല. കോമൺ ആയിട്ട് നമ്മൾ പറയും ഓരോരുത്തരുടെയും ഗ്രഹനില അനുസരിച്ചിട്ട് ഗുണകരമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ എന്തിനാണ് പ്രതിവിധി ചെയ്യുന്നത്? അതിൻ്റെ ആവശ്യമില്ല. നല്ല നിലയിലേക്ക് ഈ വർഷം കയറിപ്പോകും. അതല്ല അല്പം ദോഷമുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ട് അവയ്ക്കുള്ള പ്രതിവിധികൾ ചെയ്താൽ അത് സോൾവ് ചെയ്ത് ഒരു 95% കയറിപ്പോകാം. വിവിധ മണ്ഡലങ്ങളിൽ വിവിധ മേഖലകളിൽ വിവരിക്കുന്ന ആബാലവൃദ്ധം, ജാതി മത വർഗ വർണ്ണ സ്ത്രീ പുരുഷ പണ്ഡിത പാമര കുബേര കുചേല വ്യത്യാസമില്ലാതെ സകല ഫീൽഡിലും നിൽക്കുന്നവർക്ക് ഈ മേടരാശിയുടെ ഫലം ഇത് തന്നെയാണ്. അപ്പോൾ ഈ വരാൻ പോകുന്ന വർഷം വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ പോസിറ്റീവാണ്. ഓരോ വ്യക്തിയും അവരവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കണം.
നമുക്കിപ്പം കോടിക്കണക്കിന് ആളുകളുടെ ഗ്രഹനില ഇപ്പോൾ പറയാൻ നിവൃത്തിയില്ല. അതെ. ആയതിനാൽ അവരവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കിയിട്ട് എന്തെങ്കിലും ന്യൂനതകളുണ്ടെങ്കിൽ അവയ്ക്കുള്ള റെമഡീസ് ചെയ്താൽ ഈ വസ്തുവും വീടും വാഹനവും ഉപരിപഠനവും നാനാതരത്തിലുള്ള സാമ്പത്തിക ലബ്ധിയും പണ്ഡിതന്മാരായ നന്മകളും ഗ്രഹവസ്തു വാഹനങ്ങൾ മോടി പിടിപ്പിക്കാനും അധീനത വരാനോ പാർട്ടീഷൻ നടത്തി കിട്ടാനോ സ്വപ്നം കാണുന്നൊരു വീട് അല്ലെ ഫ്ലാറ്റ് അല്ലെ വില്ല അതല്ലെങ്കിൽ ഒരു വണ്ടി അതല്ലെങ്കിൽ സിനിമ കയറണം അഭിനയിക്കണം സിനിമ കയറിയിരിക്കുന്ന ഒരു സംവിധായകരും നടന്മാർക്കൊക്കെ അവർക്ക് 10 കാശുണ്ടാക്കണം പേരെടുക്കണം കച്ചവടക്കാർക്ക് ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യണം തൊഴിലാളിക്ക് എന്നും ജോലി കിട്ടണം ഇങ്ങനെയുള്ള ഒട്ടേറെ മോഹങ്ങളുണ്ട്. 5 കൊല്ലമായിട്ട് കല്യാണം കഴിച്ച് പിള്ളേരില്ല അവർക്കൊരു കുഞ്ഞിക്കാലുണ്ടാവണം കുഞ്ഞുങ്ങളുള്ളവരെ ഇംഗ്ലീഷ് മീഡിയത്തിൽ വിടണം അവരെ വലിയ ആളാക്കണം ഇങ്ങനെയൊക്കെ ഓരോ മോഹങ്ങളുണ്ട്. അവർക്കെല്ലാം അനുകൂലമായൊരു സന്ദർഭം ദൈവം കൊടുത്തിരിക്കുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് മേടരാശിക്കാർക്ക്. മറ്റുള്ള രാശിക്കാർക്കും വരുന്നുണ്ട് ബാക്കിയുള്ള രാശിക്കാർക്ക് ഒന്നും ഇല്ലെന്നല്ല ഇവർക്ക് പ്രത്യേകിച്ചൊരു ആനുകൂല്യം നവംബർ മുതൽ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ലക്ഷണമാണ് മഴ പെയ്യും മുമ്പ് ഇടിമിന്നലുണ്ടാകുക എന്ന് പറഞ്ഞ പോലെ ഇപ്പോഴേ ഈ ചിങ്ങമാസം മുതലേ അല്ലെങ്കിൽ ആഗസ്റ്റ് 17 മുതലേ കണ്ടു തുടങ്ങും. അതുകൊണ്ടാണ് ഇപ്പോഴേ ഈ ജ്യോതിഷ ഫലം നടക്കുന്നത്. അപ്പോൾ അത് ഓരോരുത്തരുടെയും ഫലം ഓരോരുത്തരുടെ ഇതനുസരിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കി തിട്ടപ്പെടുത്തി അതിൻ്റെ പ്രതിവിധികളൊക്കെ ചെയ്യാം. എല്ലാ മാന്യ മേടരാശിക്കാർക്കും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. ഈ വർഷം ഇടവരാശിക്കാർക്ക് എങ്ങനെയായിരിക്കും നമുക്ക് ശർമാജിയോട് ചോദിക്കാം. ഇടവരാശി എന്ന് പറയുന്നത് കാർത്തികയുടെ നക്ഷത്രത്തിൻ്റെ ഒടുവിലത്തെ 45 നാഴിക, അതായത് കാർത്തിക മുക്കാല് എന്ന് പറയും. രോഹിണി നക്ഷത്രവും മകയിരം നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി 30 നാഴിക. ഇതാണ് ഇടവരാശിയെന്നും ഇടവക്കൂറെന്നും ഒക്കെ പറയുന്നത്. പേപ്പറുകളിലും വീക്കിലികളിലും അതുപോലെ തന്നെ വാട്സാപ്പ് വഴികളും ഫേസ്ബുക്ക് വഴികളിലും ഒക്കെ കാണുന്ന ഓരോ രാശിഫലങ്ങളിൽ മേടൻ രാശി ഇടവൻ രാശി എന്നൊക്കെ പറയുമ്പോൾ ഈ നക്ഷത്രങ്ങളാണ് ഉൾപ്പെടുന്നത്. ഈ രാശിക്കാർക്ക് നവംബർ മാസം 1 തീയതി വരെ 3-ാം ഭാവത്തിൽ വ്യാജഗ്രഹവും നിൽക്കുന്നത് എല്ലാം കൊണ്ടും അനുകൂലമായ ഒരു സന്ദർഭം. ഇടവം മിഥുനം കർക്കിടകത്തിൽ ഇപ്പോൾ നവംബർ മാസം 1 തീയതി വരെ വ്യാജഗ്രഹം നിൽക്കുകയാണ്. പൊതുവേ ആ വ്യാജഗ്രഹത്തിന് പറയുന്നത് മുടിഞ്ഞു വാഴും, മാനം കെടുത്തും, മുറവിളി കൂട്ടും, മാതൃവഴി പിതൃവഴി മാതുല വഴി മക്കൾ വഴി മരുമക്കൾ വഴി സുഹൃത്തുക്കൾ വഴി സൗഹാർദ്ദം വഴി അധികാരികൾ സഹപ്രവർത്തകർ കോവർക്കേഴ്സ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് അതുപോലെ തന്നെ ആരോഗ്യപരമായി ഒക്കെ വിപരീതമായ ഒരു ഫലം വരുന്ന വ്യാഴമാണ്. മുടിഞ്ഞു വാഴും, അതായത് എത്ര വന്നാലും നശിക്കത്തക്ക ഏതെങ്കിലും വിഷയങ്ങൾ വന്ന് നഷ്ടപ്പെടും. മാനം പോകുന്ന സംഭവങ്ങൾ, പെണ്ണ് കേസോ ചെറുക്കൻ കേസോ അതുപോലെ തന്നെ കൈക്കൂലി കേസോ ലോകാപവാദങ്ങളോ മനുഷ്യാപവാദങ്ങളോ മറ്റേതെങ്കിലും തരത്തിലുള്ള അപവാദം ആരോപണം മറ്റേതെങ്കിലും കൈപ്പേറിയ അനുഭവങ്ങൾ ഇങ്ങനെയൊക്കെ വന്ന് പ്രസ്റ്റീജ് നഷ്ടപ്പെടുന്ന സംഭവങ്ങളാണ് ഏത് ഫീൽഡിലും ഏത് മതസ്ഥർക്കും ഏത് ജാതിക്കാർക്കും ഏത് രാഷ്ട്രീയക്കാർക്കും വിദ്യാർത്ഥികളാണെങ്കിലും ഉദ്യോഗാർത്ഥികളാണെങ്കിലും ബിസിനസ്സുകാരാണെങ്കിലും കലാരാഷ്ട്രീയം സാമുദായികം ട്രേഡ് യൂണിയൻ മേഖലകളാണെങ്കിലും സാധാരണക്കാരാണെങ്കിലും A to Z എല്ലാവർക്കും മാനക്ഷതവും അതുപോലെ തന്നെ അഭിമാനക്ഷതവും മരണദുഃഖവും ഉറ്റവരോ ഉടയവരോ വേണ്ടപ്പെട്ടവരോ രക്തബന്ധത്തിൽപ്പെട്ടവരോ സഹായികളോ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സോ ഇങ്ങനെയൊക്കെയുള്ളവർ ഈ ലോകത്തുനിന്ന് പിരിയുന്ന, അത് രോഗം വന്നോ അപകടം വന്നോ മറ്റേതെങ്കിലും തരത്തിലോ ഉണ്ടാവാം. അതുപോലെ ആക്ഷേപഹാസ്യങ്ങൾ ഉടലെടുക്കുക, സ്വന്തക്കാരും ബന്ധക്കാരും മിത്രങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുകയും സൗഹാർദ്ദപ്പെടുകയും ചെയ്യേണ്ട ചില ആഴ്ചകൾ ഈ വർഷത്തിലുണ്ട്. വിവിധ കാരണങ്ങളാൽ കല്യാണം, പരവാസൂലി, 28 കെട്ട്, മരണം, ജനനം ഇങ്ങനെയുള്ളപ്പോൾ ഈ രാശിക്കാരെ
അതായത് കാർത്തിക ഒടുവിൽ 45 നാഴിക, രോഹിണി മകയിരം ആദ്യത്തെ 30 നാഴിക. ഈ രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെയോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരെയോ യുവജനങ്ങളെയോ കുടുംബസ്ഥരെയോ അല്ലെങ്കിൽ മാനവ മര്യാദയായിട്ട് ജീവിക്കുന്നവരെയോ ഒന്ന് കൈപ്പിടിയിൽ ഒതുക്കുവാൻ, അല്ലെങ്കിൽ ഒന്ന് അമർച്ച ചെയ്യുവാൻ. കാരണം അവരുടെ ജീവിതം ഇപ്പം ഏതാണ്ട് തരക്കേടില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ നാറ്റിക്കാം പച്ച മലയാളത്തിൽ, എങ്ങനെ അപമാനിക്കാം. ജോലി സ്ഥലത്തൊക്കെ ആണെങ്കിൽ മേലധികാരികളോടും, പ്രൈവറ്റ് ആണെങ്കിൽ മുതലാളിമാരോടും, മറ്റ് ഇതര മേഖലകളിലാണെങ്കിൽ തലപ്പത്തേക്കും സഹപ്രവർത്തകരിലേക്കും സഹജീവികളിലേക്കും ഒക്കെ അപവാദാരോപണങ്ങൾ. ഒരു ലേശം സത്യവും ബാക്കി ബലൂണ് പോലെ ഊതി വിയർപ്പിച്ച് അവസരം കിട്ടുമ്പോൾ അപമാനിച്ച് എങ്ങനെയെങ്കിലും ഒന്നുമല്ലെങ്കിൽ കൈപ്പിടിയിൽ ഒതുക്കുക, അല്ലെങ്കിൽ പുറന്തള്ളുക. ഈ ഒരു പ്രവണതയിലേക്ക് നിന്ന് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഈ രാശിക്കാർ മറ്റുള്ളവരെ നിർത്തേണ്ടി വരും, ഓങ്ങുകയോ ഒഴിയുകയോ ചെയ്യേണ്ടി വരും. അതായത് ഒന്നുമല്ലെങ്കിൽ കൈപ്പിടിയിൽ നാം ഒതുങ്ങും ഈ രാശിക്കാർ, അല്ലെങ്കിൽ നമുക്ക് അവരെ ഒതുക്കേണ്ടി വരും, എതിരാളികളെ. അങ്ങനെ അവിടം കൊണ്ട് ശത്രുക്കൾ തലപൊക്കുന്നു നവംബർ മാസം വരെ. നവംബറിന് ശേഷം ശത്രുക്കളും ഒഴിയുകയും മിത്രങ്ങൾ കുറച്ചുകൂടെ ആത്മാർത്ഥമായിട്ട് ഇടപെടുകയും ജോലിസ്ഥലത്തും കുടുംബത്തും സമൂഹത്തിലും ആരോപണം, അപവാദം, ഭിന്നിപ്പ്, ശത്രുത, വിരോധം ഇങ്ങനെയുള്ളതെല്ലാം ഒന്ന് മാറി കൈകോർക്കുന്ന സമയവുമാണ് നവംബർ മാസം മുതൽ. നമുക്ക് ഈ ലോകത്ത് ഈ രാശിയിൽപ്പെട്ട കോടിക്കണക്കിന് ആളുകളുണ്ട്. വിവിധ ജാതി, വിവിധ മതം, വിവിധ രാഷ്ട്രീയം, വിവിധ രാജ്യങ്ങളിൽ. എല്ലാവർക്കും ഇത് തന്നെ ഫലം. അവരവരുടെ മേഖലകളിൽ മാനം പോവും, ശത്രുക്കൾ ഒളിയം പെയ്യും. പല രീതികളിൽ ചതിക്കാനും പറ്റിക്കാനും നശിക്കാനുമുള്ള അവസരങ്ങളുണ്ടാവും. വിദ്യാർത്ഥികളാണ് കോപ്പി അടിച്ചെന്നോ മറ്റേ കഞ്ചാവ് വലിച്ചെന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ അവരുടെ ബാഗിനകത്ത് വേണേൽ ഒരു കഞ്ചാവ് ബീഡിയോ സിഗരറ്റോ കൊണ്ട് വെച്ച് വേണേൽ പിടിപ്പിക്കാം, അല്ല ചതിക്കാം, അപമാനിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു 4-5 കൊല്ലം മുമ്പ് സൗഹാർദ്ദമായിരുന്ന നടീനടന്മാരോ അല്ല ജോലി സ്ഥലത്തോ ഒരു കല്യാണം കഴിച്ചോളാവുന്ന ഒരു ദുർബല നിമിഷത്തിൽ അങ്ങ് പറഞ്ഞുപോയി. പക്ഷെ അത് കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫറൊക്കെ ആയിപ്പോയി, അവർ വേറെ കല്യാണം കഴിച്ചു, എന്നെ കല്യാണം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്തതാണ് എന്നും പറഞ്ഞ് നല്ല സ്ഥാനത്തിരിക്കുന്ന ആളിനെ പിടിച്ച് താഴെ ഇറക്കാനുള്ള നടപടികൾ. കേൾക്കുന്നവർക്ക് നശിക്കാനാണ്, എങ്കിലും തൽക്കാലം ഒന്ന് ഇങ്ങനെയുള്ള വിവിധ മേഖലകളിൽ, വിവിധ മണ്ഡലങ്ങളിൽ, വിവിധ അവസ്ഥകളിൽ നവംബർ വരെ ഈ അവസ്ഥ എല്ലാവർക്കും അവനവൻ്റെ തലങ്ങളിൽ ഉണ്ടാവും. അതിൽ നിന്ന് നവംബർ മാസം മുതൽ ക്രമേണ സൂര്യാസ്തമനം പോലെ ആ ദോഷങ്ങൾ, ആ ദുഃഖങ്ങൾ, ആ അപവാദങ്ങൾ, ആ ഞെരുക്കങ്ങൾ, ആ ശത്രുതകൾ, പ്രതികൂലികൾ, അവസരവാദികൾ ഒഴിഞ്ഞു പോവുകയും അവർ ക്രമേണ ഭാവിയിൽ സൗഹാർദ്ദത്തിലാവുകയും ചെയ്യും. രാഷ്ട്രീയത്തിലും മറ്റുമൊക്കെ ഇന്ന് അപവാദം ചെയ്യുന്നവർ നാളെ അവർ കൈകോർക്കും. അതിൽ നാളെ എന്നല്ല, 24 മണിക്കൂർ കഴിയുമ്പോഴേ അത്രയേ ഉള്ളൂ. തൽക്കാലം ആരോപിതം ആകും. അതിന് ഒരു നമുക്കൊന്നും പ്രതിവിധിയൊന്നുമില്ല. ഓരോരുത്തരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച്, ഇപ്പോൾ 10 വയസ്സുള്ള ഒരു കുട്ടി ഇടവരാശിപ്പെട്ട കാർത്തിക, രോഹിണി, മകയിരത്തര ഇപ്പെടുന്നതും 50 വയസ്സായ ഒരു കുടുംബനാഥയുടെയും അല്ലെ 60 വയസ്സായ ഒരു കുടുംബനാഥൻ്റെയും ഒരു 25-കാരിയായ ഒരു യുവതിയുടെയും ഫലം ഒരുപോലെ വരികയല്ലോ. പക്ഷേ ഈ ഫലം ഒത്തിരിക്കും. ആരോപണം, അപവാദം, ദുഃഖം, വേർപിരിയൽ ഒത്തിരിക്കും. വിവിധ രീതികളിലാണ്. അത് ഓരോരുത്തർക്കും അവരുടെ ഗ്രഹനിലയിൽ വ്യാജഗ്രഹം പവർഫുള്ളായിട്ട് നിൽക്കുകയാണെങ്കിൽ, ഉദാഹരണം കേസരി യോഗം, ഗജകേസരി യോഗം, അതുപോലെ ഹംസമഹായോഗം, പുഷ്കല യോഗം, ഇങ്ങനെ തുടങ്ങി 68 തരം വ്യാജഗ്രഹം നല്ല പൊസിഷനിൽ നിൽക്കുന്നവർക്ക് ഈ വർഷഫലത്തിലെ ദോഷങ്ങൾ അധികം ഏൽക്കുന്നതല്ല. പകരം
അവർ താമസിക്കുന്ന കുടുംബത്തിലെ വേണ്ടപ്പെട്ടവർക്കോ അവരുടെ കൂടെ നിൽക്കുന്നവർക്കോ ഒക്കെ ആയിട്ട് മാറും. വലിയ വലിയ കാലഗുണമുള്ളവരെ മരിക്കുന്നതിന് മുമ്പ് അവരുടെ കൂടെ നിൽക്കുന്നവർക്കായിരിക്കും അപകടം വരുന്നത്. ഉദാഹരണത്തിന് നമ്മൾ കേട്ടിട്ടില്ലേ, MGRന് വേണ്ടി എത്ര പേര് പോയി, ജയലളിതയ്ക്ക് വേണ്ടി എത്ര പേര് പോയി, അതുപോലെ ഓരോ വലിയ വലിയ ആളുകൾക്ക് വേണ്ടി പകരം കുറേ ആളുകൾ പോകുന്നു, അതിൻ്റെ കൂടെ ബോംബിടുന്നു, വെടിവെക്കുന്നു, 10-30 പേര് അതിൻ്റെ കൂടെ പോകുന്നു. വിമാനാപകടം, അതിനകത്ത് ചിലർക്ക് വേണ്ടി ചിലരൊക്കെ പോകും. എന്ന് വെച്ചാൽ അങ്ങനെ പോകണമെന്നല്ല, അതിന് പകരമായിട്ടല്ല വീട്ടിൽ വളർത്തുന്ന ആന, പശു, കോഴി, അല്ലെ വൻമരങ്ങൾ, അല്ലെ മറ്റേതെങ്കിലും വളർത്ത് പക്ഷികൾ ഒക്കെ പകരം പോകും. അതല്ലെങ്കിൽ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ്, അതല്ലെങ്കിൽ വീട്ടിൽ ആരും അങ്ങനെ പ്രത്യേകിച്ച് ചോദിക്കാനും പറയാനും ഇല്ലാത്ത വേലക്കാരെ ഒരടി കൊണ്ടു കൊടുത്തേരെ എന്നൊക്കെ പറയുക. അതല്ലെങ്കിൽ ഒരു വീട്ടിലെ കൊച്ചമ്മയെ അപമാനിക്കണമെന്നുണ്ട്, പറ്റിയില്ല, വീട്ടുവേലക്കാരിത്തോട് പറഞ്ഞു, സൂക്ഷിച്ചോടി, കൂടുതൽ അങ്ങോട്ട് ഞെളിയൊന്നും വേണ്ട, പറഞ്ഞേരെ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എൻ്റെ ഒരു സംശയമാണ്, ഈ ഇത്രയും ബുദ്ധിമുട്ടാണ് നവംബർ വരെ എന്ന് പറഞ്ഞല്ലോ. അത്ര ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വരണമെന്നില്ല. അതിലെ ഓരോരുത്തരുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് വ്യാജഗ്രഹം ദുർബലമെങ്കിൽ ഉറപ്പായിട്ടും അത് നമ്മൾ നോക്കണം. നോക്കിയിട്ട് അതിനല്ലേ ഇന്നേ നമ്മൾ പ്രവചനം നടത്തിയിരുന്നത്. നോക്കുന്നതിന് ഇപ്പൊ കമ്പ്യൂട്ടറൊക്കെ ഇട്ട് നോക്കാൻ പറ്റുന്ന കാലമല്ലയോ. ഈ സമയത്ത് കല്യാണം അല്ലെങ്കിൽ ഒരു വീട് കല്യാണം എന്ന് പറഞ്ഞാൽ നിശ്ചയിച്ച് വെച്ചിട്ട് സ്ലിപ്പായി പോയാൽ അപവാദമായി. ആരെങ്കിലും പറഞ്ഞാൽ പോരെ അവിടെ ഭാര്യയും പിള്ളേരും ഉള്ളവനാ എന്ന്, അയ്യോ പെട്ടെന്ന് കട്ടായി. അപ്പം കല്യാണം ഓഡിറ്റോറിയം വരെ ബുക്ക് ചെയ്തു, ആലുക്കാസിൽ പോയി സ്വർണം ബുക്ക് ചെയ്തു, അല്ലെ ഫ്രാൻസിസിൻ്റെ അവിടെ പോയി സ്വർണം ബുക്ക് ചെയ്തു, വലിയ കേമന്മാരുടെ കടയിലൊക്കെ പോയി ആവശ്യം പോലെ സ്വർണ്ണങ്ങളൊക്കെ കളക്ട് ചെയ്തു. ഇതെല്ലാം നിശ്ചലമായില്ലേ. എല്ലാവരെയും ക്ഷണിച്ചു, സദ്യക്ക് പഴയടത്തിനെ ബുക്ക് ചെയ്തു, ഒരിലയ്ക്ക് 300-500 രൂപ വെച്ചായി. അതെല്ലാം അഡ്വാൻസ് കൊടുത്തു. തന്നെയല്ല വലിയ സിനിമാടികളെയൊക്കെ വിളിച്ചു, അവർക്കൊക്കെ ലക്ഷങ്ങളും കോടികളും 1 കോടിയൊക്കെ കൊടുക്കണം. അവർ വന്ന് പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ, സദ്യ ഉണ്ണണമെങ്കിൽ. അതെല്ലാം വേസ്റ്റായി. തിരിച്ച് ചോദിക്കാൻ പറ്റൂ. ഇങ്ങനെയാണ് വലിയ വർക്ക് വരുന്നത്. ഇനി അഥവാ വിവാഹം നടന്നാലോ അതൊരു പ്രശ്നമായിരിക്കും. വിവാഹം നടന്ന് കഴിഞ്ഞെന്നാൽ നവംബർ മാസം വരെ 1-ാം തീയതി വരെ എന്തൊക്കെയോ ചില അപസ്വരങ്ങളും അപസൗണ്ടുകളും ഒക്കെ ചെന്ന് കയറിയിടത്തുണ്ടാവും. അതല്ലെങ്കിൽ കാമുകന്മാരുടെയോ കാമുകിമാരുടെയോ ഭീഷണികൾ. കല്യാണമൊക്കെ ഭംഗിയായി നടന്നെന്ന് കേട്ടല്ലോ ചേട്ടാ, എന്നെ അങ്ങ് തീർത്തും മറന്നുപോയോ, ഓർക്കുന്നുണ്ടോ 2000 ആണ്ടിൽ എന്നെ കെട്ടിക്കൊള്ളാമെന്നൊക്കെ പറഞ്ഞു. അയ്യോ അതങ്ങനെ, അന്നെനിക്ക് ജോലിയൊന്നുമില്ല, ഇപ്പോൾ ജോലിയായി, വീട്ടുകാരുടെ ഒരാഗ്രഹം അനുസരിച്ച് കല്യാണം നടത്തിയതാണ് ഒന്നും വിചാരിക്കരുത്, നല്ലൊരു ആളിനെ കല്യാണമൊക്കെ കഴിച്ച് മോള് ജീവിക്കുക. അതായത് അങ്ങനെ അങ്ങ് പെട്ടെന്ന് പറഞ്ഞാലോ വക്കീൽ നോട്ടീസ് വരും കേട്ടോ എന്നൊക്കെ പറഞ്ഞൊരു ഭീഷണി ഓർക്കാൻ പറ്റിയാലോ. 1-ാം തീയതി വരെ, 1-ാം തീയതി കഴിയുമ്പോഴത്തേനും അത് കോംപ്രമൈസായി, പ്രശ്നം സോൾവ് ചെയ്തു. ഇങ്ങനെയൊക്കെയുള്ള എന്ന് വെച്ചാൽ കൃത്യം 1-ാം തീയതി 12 മണി സമയമല്ല, എനിക്ക് 1-2 ദിവസം പിന്നെയൊക്കെ ആയിട്ടൊക്കെ വരും. അതായത് ഓരോരുത്തരുടെ ഡേറ്റ് ഓഫ് ബർത്ത് സമയം വെച്ച് നോക്കിയിട്ട് വ്യാജഗ്രഹം ദുർബലമെങ്കിൽ ഇത് സംഭവിക്കും. ദുർബലമല്ലെങ്കിൽ ഒരു പ്രതിവിധിയും ചെയ്യണ്ട, അതങ്ങ് നിസ്സാരമായിട്ട് കണ്ണെ കൊള്ളുണ്ട് പുരിയത്ത് തട്ടി അങ്ങ് പോകും. അങ്ങനെ ഒത്തിരി പ്രതിവിധികളുണ്ട് ഇത് കടമ്പ കടക്കാനായിട്ട്. വിവിധ മേഖലകളിൽ കല്യാണം നടന്നു കഴിഞ്ഞവർക്കും പ്രഗ്നൻ്റായ അവർക്കും പലതരത്തിൽ നമുക്കിപ്പോൾ മാധ്യമങ്ങളുടെ പറയാൻ വയ്യാത്ത രീതിയിൽ വരെ പ്രശ്നങ്ങളുണ്ട്. അടുത്ത ചോദിച്ചോളൂ. അടുത്തതായി മിഥുന രാശി. മിഥുന രാശി മകയിരം ഒടുവിലത്തെ 30 നാഴിക, തിരുവാതിര പുണർതം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക. ഈ നക്ഷത്രക്കാർക്ക് ഏവർക്കും ഇവിടെ എല്ലാ രാശിപ്പെട്ടവർക്കും ജാതി, മതം, വർഗം, വർണ്ണം, പ്രായം, സ്ത്രീ, പുരുഷൻ, പണ്ഡിതൻ, പാമരൻ ഒരു വ്യത്യാസവും ഇല്ല. ആർക്കും ഇത് എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നവംബർ മാസം വരെ ധനവാക്ക് പ്രവൃത്തി സ്ഥാനത്ത് വ്യാജഗ്രഹം ബലിഷ്ഠമായിട്ട് നിൽക്കുന്നു. കണ്ടകശനി ഫോളോ ചെയ്യുന്നുണ്ട്, ഇപ്പോഴൊന്നും തീരുന്നതല്ല കണ്ടകശനി. അങ്ങനെ സാമ്പത്തികപരമായും തൊഴിൽപരമായും കുടുംബപരമായും ഭരണപരമായും ആരോഗ്യപരമായും ദാമ്പത്യപരമായും സന്താനങ്ങൾ പരമായും
സാമൂഹ്യപരമായും തൊഴിൽ മേഖലയിൽ, പ്രവർത്തിക്കും മേഖലയിൽ, വ്യാപരിക്കും മേഖലയിൽ, ഇടപെടും മേഖലയിൽ ഇറങ്ങിത്തിരിക്കുന്ന മണ്ഡലങ്ങളിൽ എവിടെയും ദുരിതങ്ങളായിരുന്നു. അവയിൽ നിന്ന് ഒരു 2 മാസമായിട്ട് കുഴപ്പമില്ല. പ്രത്യേകിച്ച് നവംബർ മാസം വരെ ഏർപ്പെടും കാര്യങ്ങളിൽ വിജയം, സന്തോഷം, സൗഭാഗ്യം, സാമ്പത്തികം, തൊഴിൽ പുഷ്ടി, കനകവേഷഭൂഷണാദികൾ. കനകവേഷഭൂഷണം എന്ന് പറഞ്ഞാൽ കനകം എന്ന് വെച്ചാൽ സ്വർണം, വേഷഭൂഷണാദികൾ, സാരി, പാൻറ്, ഷർട്ട്, അങ്ങനെയുള്ള വേഷഭൂഷണാദികൾ. കനകം സ്വർണം ഒത്തിരി ഒന്നും വാങ്ങാൻ പറ്റുന്നില്ലെങ്കിലും അല്പമെങ്കിലും വാങ്ങേണ്ടി വരും. പിന്നെ വീടും വസ്തുവും വണ്ടിയും ജോലിസ്ഥലവും ശരീരവും മിനുക്കും, മോടി പിടിപ്പിക്കും. ശരീരമൊക്കെ ഇപ്പം ഒരു കല്യാണം വന്നു, ഒരു വാസവരി വന്നു, മറ്റേ മേക്കപ്പ് സ്ഥലത്ത് പോയി ഫ്രഷ് ചെയ്തു, എന്തോ ഹെന്നായോ ഒക്കെ ചെയ്തു, അത് മതി, അവിടെ കൊണ്ടങ്ങ് തീർന്നു. അപ്പോൾ അതൊക്കെ ഒത്തിരി ഫോട്ടോയിൽ വരുന്നതല്ലേ, ഒത്തിരി ക്യാമറയിലൊക്കെ വരുമ്പോൾ ലക്ഷക്കണക്കിന് ആൾ, ഇത് നമ്മുടെ ജയല്ലേ, അല്ലെ മിനി അല്ലേ, അയ്യോ അവിടെ 10-20 വയസ്സ് കുറഞ്ഞ പോലെ ഇരിക്കുന്നു. ഒക്കെ അപ്പോഴത്തെ മേക്കപ്പിലാണ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ചർച്ചയായി, തിളങ്ങി, വിളങ്ങി. അതുപോലെ തന്നെ സ്വന്തക്കാരും ബന്ധക്കാരും മിത്രങ്ങളും ഒക്കെ ആയിട്ട് സൗഹാർദ്ദവും വസ്തുവും വീടും വാഹനം തൊഴിൽ മേഖല ഒക്കെ പുഷ്ടിപ്പെടുത്തുകയും സാമ്പത്തിക പുഷ്ടിയും കനകവേഷഭൂഷണാദികളും ഒക്കെ കൊണ്ട് ഒരു കാര്യം മൊത്തം ഒരു 90% ജോലി ഇല്ലെങ്കിൽ ജോലി കിട്ടാനും ഒക്കെയുള്ള അവസരങ്ങൾ ഉള്ളവർക്ക് അല്പം പരിഷ്കൃതമായ ജീവിക്കണം എന്നൊരു മോഹം, മുണ്ടും ജുബായും ഒക്കെ ഇട്ട് ഒരു പാൻറ്റും കോട്ടയിലൊക്കെ ആയി 10,000-5,000 രൂപയുടെ സാരിയുള്ളവർ 15,000-ൻ്റെ 50,000-ൻ്റെ സാരിയിലേക്കായി. അതുപോലെ തന്നെ 1 പവൻ്റെ നെക്ലസ് ഉള്ളവർ 10 പവൻ്റെ നെക്ലസിലേക്കായി. പരിഷ്കൃതമായും പുരോഗമനവും മംഗളകരവും സൃഷ്ടിപരവും ഭാഗ്യകരവുമായ ജീവിത ഉല്ലാസം എടുക്കുന്ന സമയമാണ് അത്. എല്ലാ മേഖലയിലും അത് രോഗികളായാലും രോഗികൾക്ക് രോഗശമനങ്ങൾ, അതായത് കണ്ടകശനി നിൽക്കുന്നത് കൊണ്ട് ഒടിവ്, ചതവ്, മുറിവ്, പൊള്ളൽ, സർജറി ഇവയിൽ ഇങ്ങനെയുള്ള അല്ല ദീർഘകാല ട്രീറ്റ്മെൻറ്റ് അതിന് തൽക്കാലം മാറ്റമില്ല. എങ്കിലും ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ, പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ഡോക്ടറും എല്ലാം കുഴപ്പമില്ല, മുന്നോട്ട് പോകാം. ഈ രാശിപ്പെട്ട് നവംബർ മാസം മുതൽ അവർക്ക് വ്യാജഗ്രഹം 3-ാം ഭാവത്തിലേക്കും മറയുന്നെന്ന് പറഞ്ഞാൽ ഈ നിലവിലുള്ള സൗഭാഗ്യങ്ങൾക്ക് ആർക്കൊക്കെയോ തലവേദന, അപവാദങ്ങൾ പറയുക. അത് തൊഴിൽ മേഖലയിലും കുടുംബത്തിലും സ്വന്തം ബന്ധം, മിത്രം, സൗഹാർദ്ദം, അതുപോലെ തന്നെ ടുഗദർ ലിവിങ്, എല്ലാ മേഖലകളിലും ആർക്കൊക്കെയോ അസൂയയും ശത്രുക്കളും വിരോധികളും തലപൊക്കിയിട്ട് അപവാദം ഉണ്ടാക്കുക, ആരോപണം ഉണ്ടാക്കുക, പതുക്കെ പണ്ടുണ്ടതും അപ്പിയിട്ടതുമൊക്കെ വിളിച്ചു പറഞ്ഞ് നാറ്റിക്കുക. അതുപോലെ തന്നെ ആരെങ്കിലും ഇതിനിടയ്ക്ക് വല്ല വായ്പയോ വല്ലതും ചോദിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ സമയത്ത് അത് പക തീർക്കുക. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലൊരു കല്യാണ ആലോചനകളോ വേറെ എല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഞാനൊരു ആവശ്യത്തിന് വന്നപ്പോൾ എന്നെ അങ്ങ് തഴഞ്ഞതല്ലേ, അതുകൊണ്ട് ഞാനിതിനെ റെക്കമെൻഡ് ചെയ്യൂല, ഉള്ള കാര്യം ഞാൻ പറയും. കലാകാരന്മാരും കലാകാരികളും ഈ നവംബർ മാസം മുതൽ ഈ രാശിയിൽപ്പെട്ടവർ എന്തോ ആരോപണ വിധേയമാവും. അവർക്ക് ആ കോഴ്സ് പൂർത്തിയാക്കാൻ പറ്റില്ല. അതിനിടയ്ക്ക് ആരോ വൃത്തികേടൊക്കെ പറഞ്ഞ് പ്രശ്നമുണ്ടാക്കും. അതുപോലെ തന്നെ മുഴുവൻ തുകയും കിട്ടത്തില്ല, കള്ളച്ചക്കോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പിന്നെ വെറുതെ പണം ചോദിച്ചാൽ മുഷിയുകയും ചെയ്യും, പിന്നെ അവസരമില്ല. അങ്ങനെയുള്ള ഭീഷണികളും, അതല്ലെങ്കിൽ അവരുടെ ഇംഗിതത്തിന് വഴങ്ങിയില്ല എന്നും പറഞ്ഞ് കലാ, രാഷ്ട്രീയം, സമുദായം, മറ്റ് മുതലാളിമാർ അവരുടേതായ ഈ പണം കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് ചില കുശൃതികളൊക്കെ ഇല്ലേ, അവർ പാടില്ല എന്ന് പറയാൻ പറ്റും. അവർക്ക് വീണ് കിട്ടിയ അവസരം, നമുക്ക് ജീവിക്കാൻ കിട്ടിയൊരു അവസരം, ഇത് രണ്ടും കൂടെ എന്നാണ് ഈ ജ്യോതിഷത്തിൽ പറയുന്നത്. അവനവനെ കാത്തോളുക, അത്ര തന്നെ എന്ന് വിചാരിച്ച് ചെയ്യാവുന്ന വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ എന്ത് ചെയ്തിരുന്നാലും ഈ സമയം
ആരോപണ വിധേയമാകാൻ പോകുന്നു ഈ രാശിക്കാർ. മേലധികാരികളുടെ അപ്രീതി, അത് പ്രൈവറ്റിലും ഗവൺമെൻറ് തലത്തിലും സാമൂഹ്യ തലത്തിലും കലയിലും രാഷ്ട്രീയത്തിലും ഏത് മേഖലയിലും തൊഴിലാളിക്കും കുടുംബിനിക്കും കുടുംബസ്ഥനും പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് 3 വിഷയങ്ങൾ, ഈ മകയിരം തിരുവാതിര പുണർതം നാളിൽപ്പെട്ട 3 വിഷയങ്ങൾക്ക് മാർക്ക് കുറയും. അവർ A+ ആയിരുന്നത് ഒരു എയും ഇല്ല പ്ലസും ഇല്ല. അണീസ്നെസ്, അൺഹാപ്പി, പഠിക്കുന്നത് തലക്കേറിയല്ല. അല്ലെങ്കിൽ പരീക്ഷാ പഠന വേളകളിൽ വീട്ടിൽ അച്ഛനോ അമ്മയ്ക്കോ രക്ഷകർത്താക്കൾക്കോ മരണമോ മേലായികയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജയിൽവാസമോ അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുകയോ അതിൻ്റെ ദുഃഖം ഈ കുട്ടികൾക്ക് പഠിക്കാൻ മൂടില്ല. അതല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പം 10ാം ക്ലാസ് മുതലേ പറയാം, ഏതെങ്കിലും ലവിനകത്തൊക്കെ ചന്തി കാടിയിട്ട് അവസാനം പെണ്ണുമാകുമോ ചെറുക്കന്മാകുമോ ഒക്കെ ചെയ്തിട്ട് എന്നെ ഒരു കൊച്ചു പെൺകുട്ടി വിളിച്ചത്. അതിന് ആകപ്പാടെ 8 വയസ്സേ ഉള്ളൂ. എൻ്റെ ബോയ് ഫ്രണ്ട് എന്നോട് മിണ്ടുന്നില്ല, ഞാനും അവിവേകം കാണിക്കുക. ഞാൻ എടുത്തെടുത്ത് ചോദിച്ചു, എത്ര ഉണ്ട് മോക്ക്? എനിക്ക് 8, ഐ ഹാവ് 8. എനിക്കൊന്നും മിണ്ടാൻ മേല. കാരണം എന്ന് വെച്ചാൽ പ്രസ്ഥാനം ഇതായിപ്പോയി. തന്നെയല്ല, എത്രയോ ഭാവിയുള്ള കുഞ്ഞാണ്. അപ്പോൾ അങ്ങനെ പോകുന്നു ലോകങ്ങൾ. അപ്പോൾ പലതരത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനവിഘ്നമോ പരാജയമോ 3 വിഷയങ്ങൾക്ക് മാർക്ക് കുറയുകയോ അല്ലെങ്കിൽ മാതാപിതാക്കളോ അധ്യാപകരോ കൂടെ പഠിക്കുന്നവരോ മുഖാന്തരം എന്തെങ്കിലും പ്രശ്നങ്ങളും മാനഹാനിയും അല്ലെങ്കിൽ അവിവേകത്തിനും അല്ലെങ്കിൽ കെട്ടിടത്തിന് മുകളിൽ നിർത്തി ആടണമെന്നൊക്കെ തോന്നുകയും അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ചേട്ടന്മാർ വലിക്കുന്ന കണ്ടുകൊണ്ട് അതിൽ നിന്നൊരു പപ്സ് എടുത്തു പിന്നീട് അത് വേണം തോന്നുക, അല്ലെങ്കിൽ വീട്ടിൽ അച്ഛൻ കുടി കഴിഞ്ഞ് വരുന്നു അതിൽ നിന്നൊരു ശകല ഊറ്റി കുടിച്ച് നോക്കുന്നു അരിങ്ങണ, പിന്നെ അതിലൊരു ഹരം തോന്നുക. ഇതൊക്കെ ഈ പീരീഡിൽ തുടങ്ങും വിദ്യാർത്ഥികൾക്ക്. അല്ലെങ്കിൽ പരാജയം. അത് ശാശ്വതമല്ല, ഉടൻ തന്നെ മാറ്റം വരും. അതുപോലെ ജോലിക്കാർക്ക്, സർവീസിലിരിക്കുന്നവർക്ക്, കൈക്കൂലിക്കാരിയോ അതല്ലെങ്കിൽ ഇപ്പോൾ ആശുപത്രി നടത്തുന്നു, ഒരു രോഗിയെ കൊണ്ട് പെട്ടെന്ന് വരുന്നു, അവരെ പ്രസൻറ്റ് ചെയ്തില്ല, ഓക്സിജൻ കൊടുത്തില്ല, അല്ലെങ്കിൽ അവരെ മൈൻഡ് ചെയ്തില്ല, അവിടെ മെഷീനറികളൊന്നും ഇല്ലായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം തീർന്നു കാണും. ഈ രോഗിയുടെ ആയുസ് തീർന്നു, അതങ്ങ് തീർന്നു, ഉടനെ പ്രശ്നമായി, ബഹളമായി, സസ്പെൻഡ് ആയി. പിന്നെ ആ ഡോക്ടറോ ആ വൈദ്യശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവരോ വീട്ടിൽ പോയിരുന്നാൽ പോലും ഒരു മൈൻഡ് ചെയ്യത്തില്ല. കാരണം ആശുപത്രിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്താൽ പിന്നെ എങ്ങനെയുള്ള ആളുകളെ എന്തിനാണ് നമ്മൾ നോക്കുന്നത്? ദ്രോഹി കാര്യങ്ങൾ മരുന്ന് കാണുകയായിരിക്കും, അതല്ലെങ്കിൽ എന്തെങ്കിലും കയ്യബദ്ധം പറ്റിക്കാണും. അതിലെ പ്രസവത്തെ തുടർന്ന് രോഗി മരിച്ചു, ബ്ലീഡിങ് കൂടി, ആശുപത്രി തല്ലിപ്പൊട്ടിച്ചു, അല്ലെങ്കിൽ ഡോക്ടറെ ഇടിച്ചു, താഴെ ഇട്ടു, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഈ രാശിപ്പെട്ടവർക്ക് വരാം. അത് ഒരു ഡോക്ടർക്കോ ആശുപത്രിയോ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമല്ല ഞാൻ പറഞ്ഞത്. ഗവൺമെൻറ് തലത്തിൽ, മാനേജ്മെൻറ്റ് തലത്തിൽ, സിനിമാ രാഷ്ട്രീയം, തൊഴിലാളികൾ, മുതൽ മുടക്കുന്ന മുതലാളിമാർ, അതുപോലെ തന്നെ സാമാന്യ ജനങ്ങൾ, അതുപോലെ തന്നെ കുടുംബിനികൾ, അതുപോലെ കമിതാക്കൾ, ഇനി ഗൃഹം നടത്തിക്കൊണ്ടിരിക്കുന്ന വീട്ടുകാരാണെന്നുണ്ടെങ്കിലും പതിവില്ലാതെ ഭർത്താവ് ഡൈ ചെയ്യുന്നു, എന്നാ പതിവില്ലാതെ മുടിയും മീശയൊക്കെ കറപ്പിച്ച് നിൽക്കുന്നത്. അപ്പോൾ ആരോ ഫോൺ ചെയ്ത് പറഞ്ഞു, ചേട്ടനെ സാറിനെ സൂക്ഷിച്ചോണേ, എന്തോ ഒരബദ്ധം പറ്റിയ പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്, ചേച്ചി ചൂടാവൊന്നും വേണ്ട, ഞങ്ങൾ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. പതിവില്ലാതെ ഈ മനുഷ്യൻ പോയി ഡൈ ചെയ്യുകയും മൂളിപ്പാട്ട് പാടുകയും മൊബൈലിൽ ഇങ്ങനെ ചാറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ എന്നാ ഉറക്കമൊന്നും ഇല്ലേ, അതോ ജോലിക്കൊന്നും പോകണ്ടേ? സംശയത്തിൻ്റെ വിത്തുകൾ പാകും. നവംബർ മാസം മുതൽ കുടുംബശ്രീ യുവതി യുവാക്കളാവണ്ട, പ്രായം നിന്നവർക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അത് എത്രയില്ലെന്ന് പറഞ്ഞാലും ഉള്ളിലൊരു തോന്നൽ, അത് എല്ലാ ഫീൽഡിലും. സംശയരോഗങ്ങൾ, അതുപോലെ തന്നെ എന്നെ ആക്ഷേപിച്ചോ കളിയാക്കിയോ പുച്ഛിച്ചോ തരം താഴ്ത്തിയോ എന്നൊക്കെ ഒരു അപകർഷതാബോധം ഉണ്ടാകുന്ന സമയം. കമ്മിങ് നവംബർ 2, 3 months വിത്തിൻ, 3 മാസത്തിനകത്താണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അതുപോലെ ഡേഞ്ചർ ഉണ്ടാകും, അപകടം, വാഹനം, അതുപോലെ പ്ലെയിൻ മുതൽ ട്രെയിൻ മുതൽ സൈക്കിൾ വരെ വാഹനത്തിൽ പെടും. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും അതൃപ്തി ഉണ്ടായിട്ടത് പെട്ടെന്ന് വൈറലാകുക. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ 1-2 കുടുംബങ്ങളിലേ അറിയുള്ളൂ, ഇപ്പോൾ അതല്ല.
ഒന്ന് തുമ്മിയിട്ടുണ്ടെങ്കിൽ അത് കോടിക്കണക്കിന് ആളുകൾ വയറിൽ ചെയ്യും. അതുപോലെയാണ് മനുഷ്യൻ്റെ സ്പീഡ്, കാര്യങ്ങളെല്ലാം. അത്രയ്ക്ക് ശാസ്ത്രം വലുതായി, പ്രശ്നങ്ങളും വലുതായി. സെക്കൻഡ് നേരം കൊണ്ടാണ് മഴ പെയ്യുന്നതും, ആ മഴ പെയ്യുന്ന സ്ഥലത്ത് ജലമില്ലാതെ വരികയും, അതുപോലെ തന്നെ കൊടുങ്കാറ്റ് കാറ്റേ ഇല്ലാതായി തീരുക, അതുപോലെ തന്നെ ചെറിയ പൊട്ടങ്ങ വലിപ്പത്തിലുള്ള വെണ്ടയ്ക്കയും വഴുതനങ്ങയൊക്കെ പടവലങ്ങ പോലെ ആക്കുന്ന മരുന്നുകൾ, അതുപോലെ ഒരടി പൊക്കമുള്ള മനുഷ്യൻ 10 അടി ആവുന്ന ഇഞ്ചക്ഷന്, ഇങ്ങനെയൊക്കെയുള്ള പ്രതിഭാസങ്ങളാണ് വരുന്നത്. അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഈ 3-ലെ വ്യാഴം മുടിഞ്ഞു വാഴും, മാനം കെടുത്തും, മുറവിളി കൂട്ടും, മരണം കേൾക്കും. അച്ഛൻ വഴി, അമ്മ വഴി, അമ്മാവൻ വഴി, ഫാദറിലോ, മദറിലോ, ബ്രദറിലോ, സിസ്റ്ററിലോ, മക്കൾ, മരുമക്കൾ, വില കൊള്ളേണ്ടവർ, അതുപോലെ തന്നെ നമ്മുടെ അന്നദാതാക്കൾ, അല്ലെ കമിതാക്കൾ, ഇങ്ങനെയുള്ളവർ വേദനാജനകമായ മരണവാർത്തകൾ. ഇന്നലെ കണ്ട് പിരിഞ്ഞതാണല്ലോ, ഇന്ന് സംഭവിച്ചു പോയി, അല്ലെ അങ്ങോട്ട് വന്നേരെ ജോലി തരാമെന്ന് പറഞ്ഞു, പിറ്റേ ദിവസം ആളില്ല. അതല്ലെങ്കിൽ മകളുടെ കല്യാണ നിശ്ചയം 10 ലക്ഷം തന്നേക്കാമെന്ന് പറഞ്ഞു, പോയ പോക്ക് ആ മനുഷ്യൻ പോയി, അപ്പോൾ അതുമില്ല. അങ്ങനെ ഒക്കെയുള്ള രീതിയിൽ മരണദുഃഖമോ, മരണത്തെ മുന്നിൽ കാണുന്ന നിമിഷങ്ങളോ, അല്ലെങ്കിൽ മരണക്കുറ്റമോ ചെയ്യണ്ട, നിന്നെ കണ്ടോളാം എന്നും പറഞ്ഞ് താങ്കൾ പോയി. പിറ്റേ ദിവസമാണ് ഇയാളെ വേറൊരാൾ കൊല്ലുകയാണ്, അല്ലെ ആത്മഹത്യ ചെയ്തു. തലേ ദിവസം ആക്രോശിച്ച അവനെ പൊക്കിയെടുത്തു പോലീസ്. ഞങ്ങൾ വഴക്കിട്ട് പറഞ്ഞു പോയതാണ്. അപ്പോഴത്തേനും കുറേ ഇടിയൊക്കെ കൊണ്ടു അകത്തിട്ടു. പക്ഷേ കുറ്റവാളി വേറെയാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇതിന് വിധേയനായ ആൾ, അകത്ത് കിടക്കുന്ന ആളുടെ കല്യാണ നിശ്ചയമോ ജോലിക്ക് ഇൻ്റർവ്യൂവിനോ ഒക്കെ വന്നിരിക്കുന്ന സമയമായിരിക്കും. തീർന്നു. ഇങ്ങനെയൊക്കെയുള്ള അബദ്ധം, അമിളി, ആത്മനിന്ദ, വഞ്ചന, ചതി, കെണി, ഇങ്ങനെ നിരാശകൾ, വെറുപ്പ്, വിദ്വേഷങ്ങൾ, പക തീർക്കുക. കിട്ടുന്ന അവസരം ആരും അത് കളയത്തില്ലല്ലോ. അതുപോലെ തന്നെ മോഷണക്കുറ്റം, കൈക്കൂലി പ്രശ്നം, തൊഴിലിലെ അയോഗ്യത, അതുപോലെ തന്നെ മാനക്ഷതം, ഇങ്ങനെയുള്ള വിഷയങ്ങൾ വിദ്യാർത്ഥികളും അധ്യാപകർക്കും ഉദ്യോഗാർത്ഥികൾക്കും ഉത്തരവാദിത്തക്കുറവ്, അല്ലെങ്കിൽ പഠിത്തമില്ല, അല്ലെ കള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കി എന്നൊക്കെയുള്ള വിഷയങ്ങളൊക്കെ ഇപ്പോഴാണ് പൊങ്ങി വരുന്നത് ഈ സമയത്ത്. അതല്ലെങ്കിൽ ജോലി ചെയ്യുന്നിടത്ത് കൈക്കൂലി വാങ്ങി, അതല്ലെങ്കിൽ കൂടെ ജോലിയുള്ള പെണ്ണിനെ നോക്കി പുച്ഛിച്ചു, എന്തോ അവജ്ഞാ രീതി ചിരിച്ചു, അത്രയൊക്കെ മതി, പ്രശ്നമായി. അതല്ലെങ്കിൽ കല്യാണം മാറി നടത്തി, പ്രശ്നമായി. അതല്ലെങ്കിൽ കൃത്യവിലോപനം, 4 മണി വരെയാണ് ഡ്യൂട്ടി, 4 മണി കഴിഞ്ഞ് 5 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോഴത്തേനും ഒരു തീരാരോഗ്യം കൊണ്ടുവന്നു. ഈ പരിശോധിക്കുന്നവരും മനുഷ്യരല്ലേ, അവർ വണ്ടിയിൽ ഇറങ്ങി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, ഈ രോഗി പോയി. അല്ലെങ്കിൽ ഈ ആളിന് അസുഖമൊന്നുമല്ല, മറ്റേതെങ്കിലും ഗവൺമെൻറ് തലത്തിലോ മറ്റേതെങ്കിലും തരത്തിലോ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ഒരു ഗ്യാസ് സിലിണ്ടർ വന്നതാണ്, കിട്ടിയില്ല, ഉടനെ ഷൗട്ട് ചെയ്തു, പിറ്റേ ദിവസം പോലും ജോലിയില്ല, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ. അപ്പോൾ വിട്ടുവീഴ്ചകൾ ഒക്കെ ചെയ്യേണ്ട ഒരു സമയമാണ്. അതുപോലെ ക്ഷമ, സഹനശക്തി, ഇതൊക്കെ ഈ സമയത്ത്. ഈ സമയത്ത് ക്ഷമയും സഹനശക്തിയും വിട്ടുവീഴ്ചകൾക്കും തോന്നുകയില്ല. അതാണ് മറ്റൊരവസ്ഥ. അതിന് ഈ രാശിക്കാർ അതിനും ഇതുപോലെയൊക്കെയുള്ള ആക്ഷേപങ്ങൾ, അപകടങ്ങൾ, അതുപോലെ ഭരണതലത്തിലിരിക്കുന്നവർക്ക് ഏതെങ്കിലും തരത്തിൽ ഈ പ്രളയം, അതുപോലെ ഈ പ്രകൃതി ദുരന്തം തക്ക സമയത്ത് ചെന്നില്ല, അല്ലെ അവിടെ ചെന്നു പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ബഹളവും ഖരാബോയും അധികാരം ഒഴിയേണ്ടതായിട്ട് വരികയും, കൂടെ നിൽക്കുന്നവർ ഈ സമയത്ത് പാരവെക്കുക, നിങ്ങൾ ബഹളം ഉണ്ടാക്കിക്കോ, ഞാൻ വേറൊരു രാജ്യത്തേക്ക് പോവുകയാണ്, വരുമ്പം ഇവനെ ആ കസേരയിൽ നിന്ന് മാറ്റിക്കോണം, ഈ കുറേ ഞെളിയുന്നുണ്ട്, എനിക്കായിട്ടത് ചെയ്യാൻ ഒക്കില്ല, നിങ്ങളത് ചെയ്തോ, വേണ്ട രീതി ഞാൻ ചെയ്തോളാം, പാര, ഇതൊക്കെ വരുന്ന സമയമാണ്. കൂടെ നിന്നും കൊണ്ട് ചതിക്കും, 9 വെള്ളിക്കാശിന് ചതിക്കും എന്ന് പറയുന്ന മാതിരി കുറച്ച് പണത്തിനോ അധികാരത്തിനോ അല്ലെങ്കിൽ മണ്ണിനോ പെണ്ണിനോ പൊന്നിനോ വിണ്ണിനോ മദ്യത്തിനോ വേണ്ടി ചിലപ്പം അധർമ്മത്തിന് കൂട്ടു നിൽക്കുന്ന ഒരു സമയമാണ് ഈ 3 വ്യാഴം. അനുഭവിക്കുന്നവർ മറ്റുള്ളവരെ കൈപ്പിടിയിൽ ഒതുക്കാൻ നോക്കും നവംബർ മാസം മുതൽ.
അതല്ലെങ്കിൽ ഇവരെ ഒതുക്കിയില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുകയില്ല എന്ന് തോന്നും. അപ്പോൾ അവിടെ ഒരു ബോംബിംഗ് ഉണ്ടാവും. അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവരും വിരോധികളും ശത്രുക്കളും നവംബർ മാസം മുതൽ എവിടെയെങ്കിലും ഇട്ടൊന്ന് കൂച്ചുവലങ്ങളാനായിട്ട് നോക്കി പിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് ക്ഷമിക്കും. അകപ്പെട്ടു പോയെങ്കിൽ പോയി. അപ്പോൾ ഈ സമയങ്ങൾ വളരെ ഈ രാശിക്കാർ, വിദ്യാർത്ഥികളോ ഉദ്യോഗാർത്ഥികൾ, ഉദ്യോഗസ്ഥർ, ബിസിനസ്സുകാർ, ഫിലിം, പൊളിറ്റിക്കൻ, അതുപോലെ ഏതെങ്കിലും കോൺട്രാക്ടേഴ്സ്, ഏതെങ്കിലും കെട്ടിട നിർമ്മാണത്തിനൊക്കെ ആയിട്ട് മുതലാളിമാർ അമേരിക്കന്നോ ഒക്കെ ഏർപ്പാടാക്കി ഇവിടെ പണിയുന്നു. ഏതോ കുരുത്തം കെട്ടവരത് ഉടച്ചു കളഞ്ഞു, അല്ലെങ്കിൽ ഭൂമി കുലുങ്ങി, അല്ലെ പെരുമഴ, 152 മീറ്റർ വെള്ളം വന്നപ്പോഴത്തേന് ഇത് വാർത്ത പോയി, ഉടനെ കൈക്കാശും പോയി, കേസായി, ഇങ്ങനെയൊക്കെയുള്ള വരുന്ന ഒരു സന്ദർഭങ്ങളാണ്. അതുപോലെ തന്നെ കൊലക്കുറ്റം, അതുപോലെ തന്നെ മാനക്ഷതം, അതുപോലെ തന്നെ എത്രയോ വർഷങ്ങളായിട്ട് ഒടുവിൽ പ്രഗ്നൻ്റ് ആയതാണ്, 3 മാസമായപ്പോൾ അത് അബോർട്ടായി പോയി, അതിൻ്റെ പ്രയാസം. ഇനി ഞാൻ എന്തിനായിരിക്കും നമ്മൾ ബ്ലേഡ് വെച്ച ഒരു വരയും കൂടെ ഒന്നുകൂടെ പ്രശ്നമാക്കുക. ഇങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളിലേക്ക് തിരിയുന്ന ഒരു ഘട്ടമാണ്. അവനവൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും സമയവും വെച്ച് ഗ്രഹനില ഉണ്ടാക്കി, വ്യാജഗ്രഹം, അതുപോലെ തന്നെ രാഹുകേതുക്കൾ, അങ്ങനെ ഒരു ഗ്രഹം കാണാനില്ല. സാങ്കല്പികവും അതുപോലെ തന്നെ മറ്റ് ഗ്രഹങ്ങളുടെ നിഴലും അഗ്നിയുമാണ് ഈ 2 ഗ്രഹങ്ങൾ. അതിനെപ്പറ്റി നമുക്ക് പിന്നീട് വിവരിക്കാം. കുറേ അധികം പറയേണ്ടി വരും, സമയം കുറവാണ്. ഈ രാഹുകേതുക്കളും അതുപോലെ തന്നെ വ്യാജഗ്രഹത്തിൻ്റെയും ജാതക നിലയിൽ നിൽപ്പ് നോക്കി, ജാതക നിലയിൽ ദുഃഖകരവും ദോഷകരവും അതൃപ്തികരവുമെങ്കിൽ ഇപ്പോൾ നാം പ്രവചിച്ചത് കറക്റ്റായിട്ട് നോക്കും. അവിടെയൊക്കെ ഗുണകരമായിട്ടാണ് രാഹുകേതുക്കളും വ്യാജഗ്രഹവും നിൽക്കുന്നതെങ്കിൽ ഒരു 50% വന്ന് നിൽക്കും. ബാക്കിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ഇതിന് പ്രതിവിധികൾ ഒത്തിരിയുണ്ട്. അത് അവനവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കണം. കോമണായിട്ട് ചെയ്തിട്ട് കാര്യമില്ല. അടുത്തതായി കർക്കിടക രാശിക്കാരുടെ ഈ വർഷം എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. കർക്കിടക രാശി പുണർതം ഒടുവിൽ 15 നാഴിക, പൂയം, ആയില്യം, ഈ 2 നക്ഷത്രമാണ് കർക്കിടകരാശി. കർക്കിടക രാശിക്കാർക്ക് ജന്മലഗ്നത്തിൽ വ്യാജഗ്രഹം സ്വക്ഷേത്ര ബലവാനായി ചാരവശാൽ നിൽക്കുന്ന സമയം. ആ വ്യാജത്തിന് ബലം ഉണ്ടെങ്കിലും കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭരാശിയിൽ രാഹു നിൽക്കുകയും ധനസ്ഥാനത്ത് കേതു എന്ന അഗ്നിഗ്രഹവും ഭാഗ്യത്തിൽ ശനിയും നിൽക്കുന്ന കാലം. ഗുണദോഷ സമ്മിശ്രത്താൽ നവംബർ മാസം വരെ അത്ര ഗുണകരമല്ല എങ്കിലും നവംബർ മാസത്തിന് ശേഷം വ്യാജഗ്രഹം പാസ് ചെയ്യുന്ന മുറയ്ക്ക്, ചിങ്ങരാശിയിലേക്ക് കടക്കുന്ന മുറയ്ക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയും ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് പുതിയ ജോലിക്ക് അവസരമോ പ്രമോഷനോ, ഗ്രഹം, വസ്തു, വാഹനം, തൊഴിൽ, ഇടപാടുകൾ, വ്യാപരിക്കുന്ന മേഖലകൾ, അവിടെയൊക്കെ അംഗീകാരവും പദവിയും, ഗ്രാമം, നഗരം ഒക്കെ ഭരിക്കുന്നവരെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനങ്ങൾ, നഗരാധിപന്മാർ, ഗ്രാമാധിപന്മാർ, ജന്മികൾ, ഒരു പ്രസ്ഥാനം നടത്തുന്ന ഉടമകൾ, ഇവരെ കൊണ്ടൊക്കെ പ്രയോജനങ്ങൾ, സാമ്പത്തികവും മറ്റ് കാരുണ്യ പ്രവർത്തനങ്ങളും ഇതൊക്കെ ഉണ്ടാവുന്ന കാലഘട്ടം. പൊതുവെ ദാമ്പത്യപരമായിട്ട് ക്ലേശമോ രോഗമോ ദുഃഖമോ വിരഹമോ വേർപാടോ വക്കീൽ നോട്ടീസോ അല്ലെങ്കിൽ കൈപ്പേറിയ അനുഭവങ്ങളോ മറ്റ് സംശയകരമായ കാര്യങ്ങളോ അപവാദാരോപണങ്ങളോ ഉണ്ടാവുന്ന സമയം. കാരണം ഏഴിൽ രാഹു നിൽക്കുകയാണ് ഇണയുടെ സ്ഥാനത്ത്. കമിതാക്കളാണെങ്കിൽ ഈ സമയത്ത് തിന്നിപ്പിരിയും. വിവാഹം കഴിച്ചവരാണെങ്കിൽ നേരിയ പൊടി പ്രശ്നങ്ങളും, അല്ലെ ജോലി സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് ഭർത്താവിനെ അല്ലെ ഭാര്യയെ പറഞ്ഞു വിടാനുള്ള ഒരു മടിയും, ചോദിച്ചാൽ സമയത്തും കാലത്തും ഒക്കെ വെച്ച് വിളമ്പിത്തരാൻ ആളില്ലല്ലോ, പക്ഷേ ലക്ഷ്യം അതല്ല, വേറെ എന്തോ ഭയക്കുന്നു എന്നുള്ളതാണ്. അത് വെളിയിൽ പറയാൻ നിവൃത്തിയില്ല.
ശ്രീരാമൻ കാട്ടിൽ പോകുമ്പം നീയും കൂടെ പൊക്കോണം. എന്തിനാ ഒരാളോ കാട്ടിൽ ദുരിതം അനുഭവിക്കുന്നത് അതിൻ്റെ കൂടെ? അതല്ല, മനസ്സ് മാറാൻ ന്യായമുണ്ട്. ദൈവമാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ട് നീ കൂടെ പുറമെ പൊക്കോണം എന്ന് പറഞ്ഞ് സീതാദേവിയും കൂടെ പുറമെ വിട്ടെന്നും പുറമെ പോയെന്നുമാണ് എഴുതിക്കുക. എന്തുവാട്ടെ, കഥയോ ചരിത്രമോ യുക്തിയോ കാലോചിതമോ എന്തുകൊണ്ടില്ലാട്ടെ. അപ്പം ഒറ്റയ്ക്ക് അങ്ങനെ പോകുന്ന കൊണ്ടുള്ള സംശയങ്ങൾ, അതല്ലെങ്കിൽ രോഗങ്ങൾ കൊണ്ടോ, അതല്ലെങ്കിൽ വിരഹം, വിദേശത്തേക്കൊക്കെ പോകുന്നു അങ്ങനെ വിരഹം ഉണ്ടാകുക, അല്ലെങ്കിൽ അസുഖങ്ങൾ, മെയിൻ സർജറി തുടർന്ന് ബെഡ് റെസ്റ്റ്, അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നിയമപരമായ കുറ്റങ്ങളിൽ ബന്ധനസ്ഥനായിട്ട് അകത്ത് 12 കൊല്ലമൊക്കെ പോവുക. ഇനി അതും പറ്റുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഡൈവേഴ്സ്, അതും ഒരു വിരഹം, വേർപാടിന് നേരെ വക്കീലിൻ്റെ അടുക്ക ചെന്നു, നോട്ടീസ് അയച്ചു, അവിടെ നിന്ന് തിരിച്ച് നോട്ടീസ് ഇങ്ങോട്ട് വന്നു, കല്യാണത്തിന് കൊടുത്തത്, സ്വർണം വിറ്റത്, സദ്യ നടത്തിയത്, അങ്ങനെ ഇത്ര ലിസ്റ്റ്. അത് 10 വക്കീലിന്, 10 ഗുമസ്തന്, ബാക്കി ഇങ്ങോട്ട്. അതല്ലെങ്കിൽ ചെലവിന് കൊടുക്കണം എന്നും പറഞ്ഞ് ഒരു വക. ഇങ്ങനെയുള്ള ഏതെങ്കിലും വയ്യാവേരുകൾ. ഇതൊന്നുമല്ലാകിലും അതത്രമാത്രം ദരിദ്രഭക്തിക്കിടയാകുമല്ലോ. ഇനി ഇങ്ങനെയൊന്നുമല്ല സംഭവിച്ചെങ്കിലും നിത്യം ജോലി ചെയ്യുന്നവരും അല്ല ബിസിനസ്സുകാർക്കുമൊക്കെ ദാരിദ്ര്യാദികൾ വരിക. സമ്പത്തില്ല, പണം ഉണ്ടെങ്കിലല്ലേ ഈ കാര്യങ്ങളെല്ലാം സ്മൂത്താവുള്ളൂ. പണത്തിന് പണം തന്നെ വേണ്ടേ? അങ്ങനെയുള്ള വസ്തുക്കളില്ല. പിള്ളേരെ കോളേജിൽ വിടണം, ലക്ഷങ്ങൾ കെട്ടിവെക്കണം, നഴ്സിങ്ങിന് അല്ലെ MBBSന് അല്ലെ എൻജിനീയറിങ്ങിന്, ഒന്നുമില്ല. കെട്ടുതാലി മാത്രമേ ഉള്ളൂ, വിൽക്കാൻ ഇനി ഒന്നുമില്ല. ദാരിദ്ര്യം എന്നുവെച്ചാൽ പട്ടിണി എന്ന് മാത്രമല്ല അർത്ഥം. ഏതെങ്കിലും അത്യാവശ്യ വസ്തുക്കൾക്ക് അത് ലഭ്യതയില്ലാതെ വരുന്നതിന് ദാരിദ്ര്യം എന്ന് പറയും. ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാവും. ഉദ്യോഗാർത്ഥികൾക്ക് ആണെങ്കിൽ ജോലിക്കുള്ള അവസരങ്ങൾ കുറയും. കിട്ടിയാലും അത് പ്രയോജനരഹിതമായി തീരും. ജോലിയിലിരിക്കുന്നവർക്കും അസമാധാനം. നവംബർ മാസം മുതൽ ഉദ്യോഗാർത്ഥികൾക്ക് ജോലിക്ക് അവസരം, ജോലിയിൽ ഇരിക്കുന്നവർക്ക് സ്ഥിരത, അല്ലെങ്കിൽ പ്രൊമോഷൻ, അല്ലെ പുതിയ ജോലിക്ക് അവസരം. അതുപോലെ തന്നെ നിർമ്മാണ മേഖലകൾ, ബിസിനസ് മേഖലകൾ, കലാരാഷ്ട്രീയം പൊതുവെ ഒരനക്കം വെക്കും. സാമ്പത്തിക രംഗം, പണം വരിക, പഴയ കടബാധ്യതകൾ തീരാനായി പുതിയ വരുമാന ഉറവിടം, സ്വർണ്ണമൊക്കെ പണയമുണ്ടെങ്കിൽ അടുത്ത് വിൽക്കുക, അല്ലെങ്കിൽ പണയം എടുത്തിട്ട് പുതിയതൂടെ വാങ്ങാനുള്ള അവസരം വരിക. അവനവൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും സമയമൊക്കെ വെച്ചുകൊണ്ട് വ്യാഴഗ്രഹം, ശനിഗ്രഹം, രാഹുഗതുക്കളൊക്കെ എങ്ങനെ നിൽക്കുന്നു എന്ന് നോക്കിയിട്ട് ദുഃഖകരവും ദുർബലകരവുമെങ്കിൽ അവയ്ക്ക് വേണ്ട പ്രായശ്ചിത്തങ്ങൾ ചെയ്താൽ ഈ പറഞ്ഞ നവംബർ മാസം മുതൽ എല്ലാം രക്ഷപ്പെടാവുന്ന ഒരു രീതി കാണുന്നു. അതല്ല ഡേറ്റ് ഓഫ് ബർത്തും സമയമൊന്നും അറിഞ്ഞുകൂടാത്തവരും ഇപ്പം അങ്ങനെയുള്ളൊരു കുറവാണ്. എങ്കിൽ അങ്ങനെയുള്ളവർക്ക് പേര് വെച്ച് പ്രശ്നവിധി എടുത്ത് നോക്കിയിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്താൽ അതും ആവറേജ് ഒത്തിരിക്കും. സൂക്ഷ്മമല്ല എങ്കിലും ഒത്തിരിക്കും. ഏതായാലും നവംബർ മാസം മുതൽ വന്നുകൂടും രക്ഷാമാർഗങ്ങൾ എല്ലാ ഭീഡിപ്പെട്ടവർക്കും. എങ്കിലും ജാതക നിലയും കൂടെ നോക്കണം. അടുത്തതായി ചിങ്ങരാശിക്കാരുടെ ഈ വർഷം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ശർമ്മജി. മകം നക്ഷത്രവും പൂരം നക്ഷത്രവും ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക, ഉത്രത്തിക്കാലെന്ന് പറയും. ഇതാണ് ചിങ്ങരാശിക്കാർക്ക്. ദുഃഖവയ ദുരിതസ്ഥാനത്ത് വ്യാജഗ്രഹവും അതുപോലെ തന്നെ അഷ്ടമശനിയും കഷ്ടനഷ്ടങ്ങളും ആരോഗ്യഹാനിയും ദാമ്പത്യാദി ക്ലേശങ്ങളും സാമ്പത്തിക അധിക ചെലവുകളും യാത്രകൾ കൊണ്ട് നിഷ്പ്രയോജനകരവും ഒക്കെയാണ്. എങ്കിലും നവംബർ മാസം മുതൽ രക്ഷാകവാടം തുറക്കപ്പെടുകയും അവനവൻ വ്യാപരിക്കുന്ന ഏർപ്പെടുന്ന മേഖലകൾ ഈശ്വരാനുഗ്രഹം ഉണ്ടാകുകയും പ്രത്യേകിച്ച് തൊഴിൽ, കുടുംബം, ബിസിനസ്, മറ്റ് ഇതര വരുമാന മാർഗങ്ങൾ, ഉപജീവന മാർഗങ്ങൾ എന്നിവയിൽ
ലക്ഷ്യത്തിലേക്ക് എത്തുകയും അതിനുള്ള ദൈവാനുഗ്രഹങ്ങളും, അതുപോലെ തന്നെ കല്യാണത്തിനും മറ്റും തടസ്സം വന്നുകൊണ്ടിരുന്ന ആളുകൾക്ക് മംഗല്യാദി യോഗങ്ങളും, വസ്തുവും വീടും വാഹനമൊക്കെ പലകാലമായി പ്രതീക്ഷിച്ചിരുന്നവർക്ക് അവർക്ക് കിടപ്പാടത്തിനും അല്ലെ വസ്തു വാങ്ങാനോ ഉള്ള കിടപ്പാടം മോടി പിടിപ്പിക്കാനോ പുതിയ വാഹനാദി യോഗങ്ങളും, തൊഴിൽ സംബന്ധമായി സ്ഥലം മാറ്റമോ സ്ഥാനമാറ്റമോ അല്ലെങ്കിൽ ഏതെങ്കിലും മാസ വരുമാനങ്ങൾ കുടിശ്ശികയോ ഒക്കെ വന്ന് നിൽക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും തരത്തിലൊക്കെ ഉള്ള അപ്രതീക്ഷിതമായ ചില സാമ്പത്തിക ലബ്ധിയും ഭാഗ്യങ്ങളുമൊക്കെ വന്നു ചേരും നവംബർ മാസം മുതൽ. എങ്കിലും അവയെല്ലാം പടിവാതിക്കൽ വരെ എത്തി നിൽക്കാനോ അങ്ങ് പ്രതീക്ഷയനുസരിച്ച് ലക്ഷ്യമനുസരിച്ച് അവ ലക്ഷ്യത്തിലെത്തിക്കാനോ പറ്റാതെ വരും. ജോലിയും വരുമാനം, സാമ്പത്തികം, ആരോഗ്യം മുതലായ കാര്യങ്ങൾ, ലക്ഷ്യം, പ്രതീക്ഷകൾ, മോഹങ്ങൾ, ഇങ്ങനെയുള്ളവ ഉരുട്ടി പടിവാതിക്കെ കൊണ്ടെത്തിക്കുന്ന കാലം. കാരണം അത് വീടിനകത്തേക്ക് വരുന്നില്ല. അല്ലെങ്കിൽ പണം കൊണ്ട് ബാങ്കിലിടാൻ പോകുന്നു, ബാങ്കിൻ്റെ വാതിക്കെ വെച്ച് ലാപ്സായിപ്പോയി, ഇടാൻ പറ്റുന്നില്ല. പൂർണ്ണതയിലേക്ക് വരാത്ത ചില അല്പഭാഗ്യങ്ങളും അല്പധനങ്ങളും അല്പജോലികളും അസ്ഥിര ജോലികളും അതുപോലെ തന്നെ പുരോഗമനങ്ങളും എല്ലാം വരും. കുറച്ചു കാലം വെയിറ്റ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം കല, കായിക, രാഷ്ട്രീയ രംഗങ്ങളിൽ നിൽക്കുന്നവർക്ക് അധികാര നഷ്ടം, അല്ലെങ്കിൽ ആ പദവിയിൽ ഇരിക്കുന്നത് വലിയ തലവേദനയായിട്ട് തീരുക, ദുസ്സഹമായ തൊഴിൽ മേഖല, അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ശാരീരിക അസുഖങ്ങൾ, മാനസിക ആഘാതങ്ങൾ, കമിതാക്കളാണെങ്കിൽ തെറ്റിപ്പിരിയുക, ഇതൊക്കെയുള്ള അവസരങ്ങൾ. നവംബർ മുതൽ കുറേയധികം അനുകൂല മാറ്റങ്ങൾ സാമ്പത്തിക രംഗം, തൊഴിൽ രംഗം, ദാമ്പത്യ രംഗം, കുടുംബരംഗം, ഭരണരംഗം, ആരോഗ്യം, അതുപോലെ ഏർപ്പെടുന്ന വ്യാപരിക്കുന്ന മേഖലകളെല്ലാം കുറേയൊക്കെ അനുകൂലമായ സന്ദർഭങ്ങൾ ഉണ്ടെങ്കിലും ശരാശരി ഒരു കൊല്ലം കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും എല്ലാം അനുകൂല അവസ്ഥയിലേക്ക് വരാൻ. അവനവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് ഗ്രഹനിലയെടുത്ത് വ്യാജഗ്രഹവും ശനിഗ്രഹവും രാഹുകേതുക്കളും അങ്ങനെ ഗ്രഹങ്ങളുടെ നിപ്പ് ബലിഷ്ഠമാണെങ്കിൽ ചെറിയ തോതിലൊക്കെ ഈ മകം, പൂരം, ഉത്രത്തിക്കാൽ നക്ഷത്രക്കാർക്ക് ചെറിയ തട്ട് കിട്ടിയൊക്കെ അങ്ങ് പോകും. ഒരു കൊല്ലം നഷ്ടപ്പെടേണ്ട ശമ്പളം ഒരു മാസത്തെയായിട്ട് കുറയും. അതുപോലെ തന്നെ ഒരു കൊല്ലം ജോലി ഇല്ലാതിരിക്കുന്നത് ഒരു മാസമായിട്ടങ്ങ് മാറും. ആയുഷ്കാല പണക്കം ഉള്ളത് 48 മണിക്കൂർ നേരത്തേക്കായിട്ട് മാറും. അതുപോലെ തന്നെ ഭാരിച്ച ചെലവുകൾ ലക്ഷങ്ങൾ, ആയിരങ്ങളായിട്ട് മാറും. വലിയ കൂടിയ അസുഖങ്ങൾ വരേണ്ടത് 2 ദിവസത്തെ പനിയായിട്ട് മാറും. അതുപോലെ കുടുംബ വഴക്കുകൾ ചെറിയ തോതിൽ 1 ദിവസത്തേക്കൊന്ന് മാറും. പിന്നെ കൂടുതൽ യാത്രകൾ ചെറിയ യാത്രകളായിട്ട് ചുരുങ്ങും. എല്ലാം ക്ഷമയോടെ, സഹനശക്തിയോടെ, വിട്ടുവീഴ്ചകളോടും കൂടി ഇരിക്കേണ്ട രാശിയാണ് മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. എത്ര പണം കിട്ടിയിരുന്നാലും അപ്രതീക്ഷിതമായിട്ട് ഉടനെ കുറച്ച് പണം കിട്ടും, കയ്യിൽ നിൽക്കില്ല, ഒഴുക്കുവെള്ളം പോലെ പോകും. എങ്ങനെയാണ് പോകുന്നത് എന്നറിയത്തില്ല. അതുപോലെയുള്ള ചെലവുകൾ വരിക. ഓർക്കാപ്പുറത്ത് വരവും ഓർക്കാപ്പുറത്ത് ചെലവും. ഇതാണ് ഈ രാശിയുടെ പ്രത്യേകത. സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നില്ല. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും പറ്റുന്നില്ല. അഥവാ പറ്റണം എന്നുണ്ടെങ്കിൽ ജാതക നിലയിലെ വ്യാജഗ്രഹം, ശനിഗ്രഹം, രാഹുകേതുക്കൾ ഇവ അനുകൂലമാണെങ്കിൽ വരുന്ന പണം നിൽക്കും, വരുന്ന പദവി നിൽക്കും, വരുന്ന അധികാരം നിൽക്കും, ജോലി സ്ഥിരതയുണ്ടാവും, അസുഖങ്ങൾ വന്നാലും ടാബ്ലറ്റിലൊക്കെ നിൽക്കും. അതുപോലെ എന്തെങ്കിലും കൈപ്പേറിയ സാമൂഹ്യ, കുടുംബ, തൊഴിൽ പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ചെറിയ തോതിലേക്ക് അതൊക്കെ പറഞ്ഞു തീർത്ത് പോകാൻ സാധിക്കും. ഇല്ലെങ്കിൽ പെട്ടുപോകും. ഇതാണ് ഈ രാശിക്കാർക്ക് വരുന്ന സമയം. എന്തായിരുന്നാലും കഴിഞ്ഞ കാല പ്രതാപങ്ങൾ, ആ പ്രതാപങ്ങളിൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ വെട്ടിപ്പിടിക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് പശു അയവറക്കുന്ന പോലെ അയവറുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്
സ്ത്രീ പുരുഷ പണ്ഡിത പാമര ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എനിക്ക് അങ്ങനെ ആകാമായിരുന്നു, ഇങ്ങനെ ആകാമായിരുന്നു, എനിക്ക് അത്രയും തരം താഴാൻ പറ്റിയില്ല, അല്ലെ എനിക്കങ്ങനെ പോകാൻ പറ്റില്ല, ഇങ്ങനെ കൈയിട്ട് വരാൻ പറ്റിയില്ല, അല്ലെ എനിക്കത് തോന്നിയില്ല, അല്ലെ ഞാൻ മനുഷ്യത്വം വിചാരിച്ചു, പോട്ടെ എന്ന് വിചാരിച്ചു, വിട്ടുവീഴ്ചകൾ ചെയ്തു. ഇപ്പം ഞാൻ ആലോചിക്കുന്ന അങ്ങനെ വേണ്ടായിരുന്നു, ഇങ്ങനെ വേണ്ടായിരുന്നു, അത് മതിയായിരുന്നു, ഇത് മതിയായിരുന്നു എന്നൊക്കെ തോന്നുന്ന അവസ്ഥ. അപ്പം കൈവിട്ടു പോയ ആ പുഷ്കലകാലം അതിനെ ഓർത്തുകൊണ്ട് അയവിറക്കുകയും ഇനി അങ്ങനെ ഒരു അവസരം വരികയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. രണ്ടാം വിവാഹത്തിന് ഉറപ്പായിട്ടും ഒരവസരം വരുന്നുണ്ട്. അതായത് നവംബറിന് ശേഷം വരുന്നുണ്ട്. വിട്ടുവീഴ്ചകൾ ചെയ്താൽ, അതുപോലെ തന്നെ എനിക്കൊരു നല്ല ബന്ധമുണ്ടായിരുന്നു, അത് കുറേയൊക്കെ സഹനശക്തിയോടെ പോയിരുന്നെങ്കിൽ മുന്നോട്ട് പോകാമായിരുന്നു. രണ്ടാമത്തെ വിവാഹമെങ്കിലും നമുക്ക് നല്ല നല്ല വിട്ടുവീഴ്ചകൾ, പ്രായത്തിലോ സൗന്ദര്യത്തിലോ ജോലിയിലോ സമ്പത്തിലോ ജാതിയിലോ മതത്തിലോ വിട്ടുവീഴ്ചകളും ക്ഷമയും സഹനശക്തി ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റബിളായി പുനർഭൂയോഗം ഉള്ള ഒരു നക്ഷത്രമാണ് മകം, പൂരം, ഉത്രം. പുനർഭൂയോഗം എന്ന് വെച്ചാൽ ഒട്ടുമുക്കാലും ഈ രോഹിണി നാൾ പോലെ 2 കല്യാണമുണ്ട്. ആ 2 കല്യാണത്തിൽ പെടുന്നതാണ് ഈ മകവും പൂരമൊക്കെ. അപ്പം ഉറപ്പായിട്ടും രണ്ടാം വിവാഹം നടക്കും. വിട്ടുവീഴ്ചകൾ ചെയ്യണം. പ്രായത്തിൽ, സൗന്ദര്യത്തിൽ, സ്വഭാവത്തിൽ, ജാതിയിൽ, സമ്പത്തിൽ ഒക്കെ വലിയ സൗന്ദര്യമൊന്നും കണ്ടെന്ന് വരികയില്ല. അഥവാ ഉണ്ടായിരുന്നു അത് ഡൈവോഴ്സായി പോയതെങ്കിൽ ഇപ്പോൾ അതിന് വിപരീതമായിട്ടുള്ളതേ വരുള്ളൂ. ഏതെങ്കിലും ഒരു 100% തൃപ്തികരമായി വരികയില്ല. അതാണ് ആ രാശിയുടെ ഫലം. എന്നാൽ ചെറുപ്പത്തിലെ വിവാഹം കഴിക്കാൻ യോഗമുള്ളവരുമാണ്. 24 മുതൽ കല്യാണ യോഗമാണ്. 26 മുതലത്തെ എല്ലാ ഭാഗ്യങ്ങളും ഈ രാശിക്കാർക്ക് കിട്ടും. പിന്നീട് കുറച്ചു കാലം എല്ലാത്തിലും ഒരു ദുഃഖവും വിരഹവും. അത് കഴിഞ്ഞ് 40-42 മുതൽ പോഷിക്കാം ദേഹധനാദികൾ, ബാസുര നിലയങ്ങൾ വച്ചിടും വാങ്ങിച്ചിടും, ഭൂസ്വത്ത് ഗ്രഹിച്ചിടും, ശത്രുക്കളെ ജയിച്ചിടും, സദ്യയും ദാനവും സൽക്കർമ്മങ്ങളും നടത്തും, മംഗല്യം നടന്നിടും, തർക്കമെതല്ലതെല്ലും. അപ്പം 42 വയസ്സ് മുതൽ വസ്തു, വീട്, വണ്ടി, പുതിയ ജോലി, കല്യാണം, സന്താനം, സ്വന്തം, ബന്ധം, മിത്രം, സൗഹാർദ്ദം, ഉല്ലാസം, ദാമ്പത്യം, ലൈംഗികം, എല്ലാ ഭാഗ്യങ്ങളും ഉണ്ട്. അപ്പോഴത്തേനും ജീവിതപാഠം ഒന്ന് പഠിച്ചിരിക്കും. ജാതകനില നോക്കി വ്യാഴം, രാഹു, കേതു മുതലായ ഗ്രഹങ്ങളുടെ ഗുണനിലവാരം നോക്കി ദോഷമെങ്കിൽ പരിഹാരം ചെയ്യണം. കന്നിരാശിക്കാരുടെ ഈ വർഷത്തെ ഫലം എങ്ങനെയുണ്ടെന്നറിയാം ശർമാജി. ഉത്രം നക്ഷത്രത്തിൻ്റെ 45 നാഴിക, അതായത് ഉത്രത്തിൽ മുക്കാൽ, അത്തം നക്ഷത്രം, ചിത്തിര ആദ്യ പകുതി ചേരുന്ന കന്നിക്കൂറ കന്നിരാശി. സർവേശ്വരകാരകനായ വ്യാജഗ്രഹം ഗോചരവശാൽ ലാഭസ്ഥാനമായ 11-ാം ഭാവത്തിലും ശനി കണ്ടകസ്ഥാനമായ 7-ാം രാശിയിലും രാഹുഗതുക്കളുടെ അനിഷ്ടസ്ഥാനത്തേക്കും വരുന്നു. പൊതുവേ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ കാലവും ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗലബ്ധിയും ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് ശമ്പള വർധനവോ അധികാര വർധനവോ വരികയും കലാ, രാഷ്ട്രീയ, സാമുദായിക മേഖലകളിൽ നിൽക്കുന്നവർക്ക് അധികാരസ്ഥാനങ്ങൾ മാടി വിളിക്കുകയും പൊതുജന പിന്തുണയും അതുപോലെ തന്നെ പുതിയ പുതിയ അവസരങ്ങൾ വീണ് കിട്ടുകയും സാമ്പത്തികപരമായ അഭിവൃദ്ധിയും പഴയ ബാധ്യതകൾ തീർക്കാൻ പുതിയ വരുമാന ഉറവിടവും കനക വേഷഭൂഷണാദികളും സ്വന്ത ബന്ധം, മിത്രം, സാഹോദര്യം ഇപ്രകാരം ആയിട്ട് എല്ലാവരുമായിട്ട് രമ്യതയിൽ ഒത്തിണങ്ങി കൂടിക്കാണേണ്ടതായ അവസരങ്ങളും സാഹചര്യങ്ങളും വന്നു ചേരുകയും ബിസിനസ് രംഗത്ത് നിൽക്കുന്നവർക്ക് പുതിയ ബിസിനസ് അഭിവൃദ്ധിയും പുതിയ ബ്രാൻഡുകൾ ഇടാനുള്ള യോഗങ്ങളും കനക വേഷഭൂഷണാദികൾ സമ്പാദിക്കുവാനോ അതുമായി അധീനതയിൽ വരുവാനോ പുതിയ ഗ്രഹം, വസ്തു, വാഹനം മോഹിച്ച് കഴിയുന്നവർക്ക് അവയ്ക്കുള്ള ചെറിയ തോതിലെങ്കിലും വീട് പണിയാനോ എക്സ്റ്റൻഷൻ ചെയ്യാനോ മോടി പിടിപ്പിക്കാനോ ഒക്കെ ഉള്ള ഭാഗ്യങ്ങളും വാഹനങ്ങൾ പുതുക്കാനും ഒക്കെ ഉള്ള ഭാഗ്യങ്ങൾ കാണും. വിദേശത്തേക്കൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമായ സന്ദർഭമാണ്. പൊതുവെ എല്ലാ രംഗവും നവംബർ മാസം വരെ അനുകൂലമാണ്. സകലവിധ സാമ്പത്തിക പുഷ്ടിയും അഭിവൃദ്ധിയും ഐശ്വര്യവും മേൽഗതിയും നവംബർ മാസം മുതൽ കയ്യിൽ കിട്ടിയ അവസരങ്ങളും ഭാഗ്യങ്ങളും ചോർന്നു പോവാതിരിക്കുവാനായി ശ്രദ്ധിക്കണം. കാരണം
വ്യാഴഗ്രഹം 12-ാം ഭാവത്തിൽ ദുഃഖ ദുരിത സ്ഥാനത്തേക്ക് മാറിപ്പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. തസ്കര ശല്യങ്ങൾ ഈ സമയത്ത് വരാം. കുടുംബത്തിലോ തൊഴിൽ മേഖലയിലോ അവനവൻ്റെ കസ്റ്റഡിയിൽ നിന്നോ കള്ളന്മാരുടെ ശല്യം വരികയും കനകവേഷഭൂഷണാദികൾ, ഏതെങ്കിലും സ്വർണമോ ജംഗമങ്ങളോ മറ്റേതെങ്കിലും അത് കിട്ടാത്തതിനെ തുടർന്നുള്ള ആക്രമണങ്ങളോ വരികയും കൂടുതൽ പണച്ചെലവ് വരികയും ചില അനർത്ഥങ്ങളിൽ ചെന്ന് ചാടി കയ്യിൽ വന്ന ഭാഗ്യങ്ങൾ പലതും നഷ്ടപ്പെടാനും സാഹചര്യമുണ്ട്. അവനവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് വ്യാഴഗ്രഹത്തിൻ്റെയും ശനിഗ്രഹത്തിൻ്റെയും നിപ്പ് കണിശമായിട്ട് നോക്കണം. കാരണം വിവിധ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് അതിൽ ഉയരാനുള്ള എല്ലാ ഭാഗ്യങ്ങളും കിട്ടുന്ന ഈ രാശി സമൂഹത്തിൽ ഏറ്റവും ഉയരാൻ പറ്റിയ അവസരമാണ് കന്നി രാശിക്കാർക്ക്. അതായത് ഉത്രം, മുക്കാല്, അത്തം, ചിത്തിര ആദ്യ പകുതി നല്ല സന്ദർഭങ്ങൾ കിട്ടുന്ന അവസരമാണ്. അത് മാക്സിമം വിനിയോഗിക്കുക, കിട്ടിയ അവസരങ്ങൾ സൂക്ഷിച്ചു വെക്കുക, അതുപോലെ പാഴാക്കി കളയാതിരിക്കുക, ശത്രുക്കളെയും മിത്രങ്ങളെയൊക്കെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ പരിശ്രമിക്കുക. അവിവാഹിതർക്ക് കല്യാണം മുറുകാനുള്ള ഭാഗ്യങ്ങളുണ്ട്. കൂടുതലായി ഗൃഹവസ്തു വാഹനങ്ങൾ വാങ്ങാനും കരസ്ഥമാക്കാനും അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് പാർട്ടീഷനായി കിട്ടാനും മറ്റാരുടെയെങ്കിലും സഹായങ്ങളും ഉന്നത ജനസഹകരണങ്ങളുമൊക്കെ വേണ്ട ഒരു മാസമാണ്. അവനവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് സമയം, കാലം, വ്യാഴഗ്രഹം, ശനിഗ്രഹത്തിൻ്റെ നിപ്പ് ദോഷകരമെങ്കിൽ ശനിഗ്രഹത്തിനും വ്യാഴഗ്രഹത്തിനും വേണ്ട പ്രതിവിധികൾ ചെയ്യുക. നവംബർ മാസം മുതൽ അടുത്ത 2-3 മാസത്തേക്കിന് ഈ രാശിക്കാർക്ക് വീണ് കിട്ടിയ സുവർണാവസരങ്ങൾ പലതും നഷ്ടപ്പെടുകയോ നഷ്ടപ്പെടുത്തുകയോ നഷ്ടത്തിൽ കലാശിക്കുകയോ ചെയ്യാൻ സാഹചര്യം ഉള്ളതിനാൽ വളരെയധികം കീപ്പപ്പായിരിക്കണം. എഡ്യൂക്കേഷൻ നടക്കുന്ന വിദ്യാർത്ഥികൾ, ഉദ്യോഗം കിട്ടിയ ഉദ്യോഗാർത്ഥികൾ, ഉദ്യോഗത്തിൽ സർവീസിൽ ഇരിക്കുന്നവർ, ബിസിനസ് നടത്തി വരുന്നവർ, സാമൂഹ്യപരമായിട്ടുള്ളവർ, മുതലാളിമാർ, തൊഴിൽ മേഖലയിൽ മിക്ക തൊഴിലാളികൾ, കലാരാഷ്ട്രീയം, സാമുദായികം, ഈ മേഖലയിൽ തിളങ്ങി നിൽക്കാനുള്ള അവസരവും തിളങ്ങി നിൽക്കുന്നവർ വളരെ ശ്രദ്ധിക്കുകയും വേണം. നവംബർ മാസം മുതൽ തുലാം രാശിക്കാരുടെ ഈ വർഷത്തെ ഫലം എങ്ങനെയുണ്ടെന്ന് നോക്കാം. തുലാം രാശിക്കാരുടെ ഈ വർഷത്തെ ഫലം, തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര ഒടുവിൽ 30 നാഴിക, ചോതി നക്ഷത്രം, വിശാഖം 1/4 ഭാഗം 45 നാഴിക ചേരുമ്പോൾ അതിനെ മുക്കാൽ എന്ന് പറയുന്നു. ഒരു നാളിൻ്റെ 1/4 ഭാഗം തുലാൻ രാശിയിൽ അകപ്പെടുന്നതാണ്. 2 നക്ഷത്രത്തിൽപ്പെടുന്നതാണ് തുലാൻ രാശി. അതിൻ്റെ ഒരു 1/4 ഭാഗത്തിന് ലിബ്ര എന്ന് പറയും. ഇപ്പോൾ തുലാസാണ് അതിൻ്റെ ലക്ഷണം. സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്നവരും ഭരിക്കുന്നവരും അവരുടെ ആകത്തുക സത്യധർമാനുഷ്ഠാനങ്ങളിൽ നിൽക്കും എന്നാണ് ജ്യോതിശാസ്ത്രത്തിൽ പറയപ്പെടുന്നത്. പിന്നെ അങ്ങനെ അല്ലാത്ത മേഖലകളിലും അവർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ പരമാവധി സത്യവും ധർമ്മവും നീതിയും പുലർത്താൻ നിർബന്ധിതരായിരിക്കും. അങ്ങനെയുള്ളവർ കൂടുതലും സത്യസന്ധരും നിഷ്കാമകർമ്മികളും ആവാനുള്ള സാധ്യത ആണെന്നാണ് വരാഹമിഹിര ആചാര്യൻ പറയുന്നത്. എന്തായിരുന്നാലും കുറച്ച് സത്യങ്ങൾ അതിനകത്തുണ്ട്. കർമ്മസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്ന സമയവും പഞ്ചമസ്ഥാനത്ത്, അതായത് സന്താനസ്ഥാനത്ത് സർപ്പം രാഹു, 6-ാം ഭാവത്തിൽ ശനിയും നിൽക്കുന്ന കാലം, പൊതുവെ വിദ്യാർത്ഥികളായിരുന്നാലും ഉദ്യോഗാർത്ഥികളായിരുന്നാലും ഉദ്യോഗസ്ഥരായിരുന്നാലും ബിസിനസ്സുകാരായിരുന്നാലും അതുപോലെ തന്നെ കോൺട്രാക്ടർമാരായിരുന്നാലും കമ്മീഷൻ ഏജൻറ്റുമാരായിരുന്നാലും നിർമ്മാണ തൊഴിലാളികളായിരുന്നാലും മുതലാളിമാരായിരുന്നാലും ഇതര മേഖലകളിൽ വ്യാപരിക്കുന്നവർ, വർക്ക് ചെയ്യുന്നവർ, വിവിധ തുറകളിൽ ഉപജീവനമാർഗാർത്ഥം ലക്ഷ്യമിട്ടിരിക്കുന്നവർ, ഭരണതലത്തിൽ ഇരിക്കുന്നവർ, അതുപോലെ തന്നെ കല, രാഷ്ട്രീയം, സാമുദായികം, ട്രേഡ് യൂണിയൻ ഇത്യാദികളുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ഉള്ളവർ, ഇതര മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം ഈ കർമ്മവ്യാഴങ്ങൾ ജാതി, മത, വർഗ, വർണ്ണ, പ്രായ വ്യത്യാസമില്ലാതെ കർമ്മസ്ഥാനത്തെ വ്യാഴവും പഞ്ചമസ്ഥാനത്തെ സർപ്പവും ശത്രുസ്ഥാനത്തെ ശനിയും പത്തിയടിക്കും, പൊത്തിലൊളിക്കും, പാത്തു നടക്കും, പതുങ്ങി നടക്കും, പ്രതിയാകും. പുത്രൻ്റെ ക്ലേശം, പുത്രിക്ക് ദുഃഖം, പത്നിക്ക് ദുഃഖം, പൊന്നിൻ്റെ ദുഃഖം, പ്രതാപ ദുഃഖം, പൊതിയന ദുഃഖം.
വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം, യുവതികളെ സംബന്ധിച്ചിടത്തോളം പൊത്തിലൊളിക്കും, പതുങ്ങി നടക്കും, പരിഭവം, പരാതി, പുത്രൻ, പുത്രി, ഭർത്താവ്, സ്വർണം, ധനം, ഭർത്തൃ വീട്ടുകാർ എന്നിവരെ സംബന്ധിച്ച് പരിഭവം, പരാതി, പരിസ്ഥാനം, കുറ്റക്കാരിയാകുക, കുറ്റം പറയുക, ഭർത്താവിനാലും പുത്രനാലും പുത്രിയായാലും പൊതുജനങ്ങളാലും അടുത്ത് പെരുമാറുന്നവരായിരുന്നാലും സ്വന്തക്കാരും ബന്ധക്കാരും മിത്രങ്ങളും സൗഹാർദ്ദത്തിൽ ഇരിക്കുന്നവരും റിലേഷൻഷിപ്പ്, ഫ്രണ്ട്സ്, തൊഴിൽ സ്ഥലം, കുടുംബസ്ഥലം, വിഹരിക്കും, വ്യാപരിക്കും, ഏർപ്പെടും, ഇറങ്ങിത്തിരിക്കും മേഖലകളിലെല്ലാം പഴി കേൾക്കുകയോ പ്രതിയാകുകയോ ആരോപണ വിധേയമാകുകയോ ഇരിക്കും സ്ഥാനം, പദവി ഉപേക്ഷിക്കേണ്ടി വരികയോ അല്ലെങ്കിൽ ക്രിമിനൽ കുറ്റമോ അപഖ്യാതികൾ വാർത്താമാധ്യമങ്ങളിൽ വരികയോ അല്ലെ ഇപ്പം മൊബൈൽ വഴി വിവാഹം, പ്രവാസവലി, 10 പേരടങ്ങുന്ന ഫംഗ്ഷനൊക്കെ വരുമ്പം പെണ്ണുങ്ങൾ കുശുകുശുക്കുകയും കുറച്ച് സത്യവും കുറച്ച് വെച്ചുകെട്ടി ഏച്ചുകെട്ടി ഒക്കെ പറയുകയും അതുപോലെ മക്കളെയും ഭർത്താവിനെയും സംബന്ധിച്ച് ഈ രാശിയിൽപ്പെട്ട പെണ്ണുങ്ങളെ, യുവതികളെ, യുവമിഥുനങ്ങളെ അപമാനിക്കുകയും ഭർത്താവ് അങ്ങനെയുള്ളവനാ, അല്ലെങ്കിൽ മകൻ അങ്ങനെയുള്ളതാ, അല്ലെ മകൾ അങ്ങനെ, അത് പിന്നെ അങ്ങനെയല്ലേ ആകൂ എന്നൊക്കെ ഉള്ള രീതി കൊള്ളിച്ചും ഒക്കെ വർത്തമാനം പറയുകയും കേട്ടില്ലേ കണ്ടില്ലേ ഇപ്പം ഇനിയപ്പോൾ അകത്ത് കിടക്കേണ്ട വട്ടാണ് കാണുന്നത്, എന്നതായിരുന്നു 1.5 കോടിയുടെ കാറും മറ്റത് മാലയും, അത് എങ്ങാണ്ടെന്നോ അമക്കിയെന്ന് ഞങ്ങൾക്കൊക്കെ അന്നേരം മനസ്സിലായി. കട്ടു, അങ്ങനെയൊക്കെ അപഹരിച്ചു, ഇങ്ങനെയൊക്കെയുള്ള അപഖ്യാതികൾ അവനവനെയോ ഭർത്താവിനെയോ മക്കളെയോ സംബന്ധിച്ച് അല്ലെ കല്യാണ വിഷയങ്ങളോ. ഇന്നത്തെ കാലത്തൊരു ജാതി മാറി ഒരു വിവാഹവും മറ്റൊന്നും അത്ര വലിയൊരു രഹസ്യമൊന്നുമല്ല. കാരണം മൊത്തത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അത് വൈരാഗ്യമുള്ളവർ തങ്ങളിൽ പറയുമ്പോൾ ചേർത്തലക്കാർ പണ്ട് കേട്ടിട്ടുണ്ട്, അവനവൻ്റെ മന്ത് കുഴിച്ചിട്ടിട്ട് മറ്റുള്ളവരെ മന്ത എന്ന് വിളിക്കുക എന്ന് പറഞ്ഞ പോലെ. കണ്ടില്ലേ അവൾ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയി, അല്ലെ കൊച്ചിനെ നോക്കാനൊന്നും അവർക്ക് നേരെയില്ല, ലാഭമായിപ്പോയി, ഫ്ലാറ്റ് കൊടുക്കണ്ട, ഡൗറി കൊടുക്കണ്ട, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ആക്ഷേപഹാസ്യം ഇവിടെ വെച്ച് ഹരാസ് ചെയ്യാൻ പറ്റുമോ? കുറച്ച് സത്യം, കുറച്ച്. അതുപോലെ തന്നെ പുരുഷന്മാരുടെ ഇടയിലാണെന്നുണ്ടെങ്കിലും ഭാര്യയെപ്പറ്റി അപവാദം, പത്നിയുടെ ദുഃഖം. എനിക്ക് 250 പവനും ഒരു കാറും ഒക്കെ തന്നു വിട്ടതാണ്. ചുമ്മാ വഴിയെ ഞാൻ ഒഴുകി വന്നവളല്ല, ഓട് പൊളിച്ചിറങ്ങി വന്നതല്ല. ഇപ്പോൾ കെട്ടുതാലി പോലും ഇല്ല, വലിയ മാലയില്ല, ഒരു കല്യാണത്തിന് പോകാൻ നിവൃത്തിയില്ല. പൊന്നിൻ്റെ ദുഃഖം, പൊന്നെന്ന് വെച്ചാൽ ഗോൾഡ്. ഇങ്ങനെ ഭർത്താവിനോട് പഴി പറയുക. ഈ രാശിയിൽപ്പെട്ട പുരുഷന്മാർക്ക്, യുവാക്കൾക്കും സ്ത്രീകൾ നിമിത്തമോ പൊതുജനങ്ങൾ നിമിത്തമോ ഡിപ്പാർട്ട്മെൻറ്റ് നിമിത്തമോ കുറ്റം, ആരോപണം, പഴി, പ്രതി, പരിഭവം, ധനപരമായിട്ട് ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ കുറച്ച് പണം കൈവശം വരേണ്ടതാണ്. വന്നു കഴിയുമ്പം മനുഷ്യനല്ലേ വീടൊന്ന് വൈറ്റ് വാഷ് ചെയ്യും, അല്ലെങ്കിൽ ഒന്ന് പുതുക്കും, അല്ലെങ്കിൽ ഒരു വലിയ വണ്ടി എടുക്കും, അല്ലെ പണയെല്ലാം എടുക്കും, അതിൻ്റെ കൂടെ പുതിയ ഓഫർ അനുസരിച്ചിട്ട് വലിയ മാലയൊക്കെ എടുക്കും. കാരണം എന്താണെന്ന് പറഞ്ഞാലും മകൾ പ്രായമായി ഒക്കെ വരുന്നു, അല്ലെങ്കിൽ മകൻ പ്രായമായി കെട്ടിക്കൊണ്ട് വരുന്നവർക്കൊരു 25 പവൻ്റെ മാല ഇടണം, അല്ലെങ്കിൽ മോക്കൊരു 25 പവൻ്റെ മാല വേണം, വള വേണം. ചിലപ്പോൾ ആദ്യം എൻ്റെ കഴുത്തേലൊന്ന് കിടക്കട്ടെ എന്നൊക്കെ ഇട്ടുകൊണ്ട് ഞെളിഞ്ഞ് പോകും. ഇത് കണ്ടുകൊണ്ട് സന്തോഷമാർക്കും ഉണ്ടാകുകയില്ലല്ലോ. മാലയിലൊക്കെ പിടിച്ച് നോക്കി എത്രയാ ഇതാ എവിടെ നിന്ന് മാറി എന്നുകൊണ്ട് ഊണും സദ്യയും ഒക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുമ്പം വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ കുറ്റം, പരിഭവം, പഴി, അപഖ്യാതി ഇതൊക്കെ കേൾക്കേണ്ട ഒരു സമയമാണ്. നവംബർ മാസം മുതൽ
അടുത്ത 2-3 മാസത്തേക്കിന് മക്കളെ സംബന്ധിച്ച് പുത്രൻ, പുത്രി, ഭാര്യ, ഭർത്താവ്, സ്വർണം, ധനം ഇവ സംബന്ധിച്ച്, ഇപ്പോൾ സ്വർണത്തിനെ സംബന്ധിച്ചൊക്കെ വലിയ അപഖ്യാതി വന്നുകൊണ്ടിരിക്കുന്നൊരു കാലമാണ്. അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവരുടെ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് കിടക്കപ്പകുതി ഉണ്ടാകുകയല്ല. എന്തെങ്കിലും ഒരു വളയോ എല്ലാം മേടിച്ചാൽ അത് മറ്റതാണ്, അത് അമ്പലത്തിലെയാണ്, അല്ല മറ്റതാണ്, അന്നൊക്കെ പഴി കേൾക്കുന്നൊരു കാലമാണ്. ഇനി എന്ത് ചെയ്താലും തലയിലേ വരുള്ളൂ. അതുമല്ലെങ്കിൽ മോഷ്ടിച്ചതാണ്, പിടിച്ചു പറിച്ചതാണ്, കൈക്കൂലിയാണ്, പണം വെളുപ്പിക്കാൻ നോക്കുകയാണ്, അല്ലെങ്കിൽ ഗിൽറ്റാണ്, ഡ്യൂപ്ലിക്കേറ്റാണ്, അതെങ്കിലും പറഞ്ഞാൽ മതിയല്ലോ. നവംബർ മാസം സുപ്രഭാതം മുതൽ, ചിലപ്പോൾ അതിന് 48 മണിക്കൂർ മുമ്പ് മുതലേ പുത്രി, പുത്രൻ, ഭർത്താവ്, അല്ലെ പുത്രി, പുത്രൻ, ഭാര്യ ഇവ സംബന്ധിച്ചുണ്ടായിരുന്ന ഈ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്ന പഴി, പ്രതി, കുറ്റം, ആരോപണം മാറ്റപ്പെടും. ക്രമേണ തൊഴിൽ മേഖലയിലും സാമ്പത്തിക മേഖലയിലും ഒക്കെ ഉണ്ടായിരുന്ന കുടുംബപരവും ദാമ്പത്യപരം, സാമൂഹികം, വ്യക്തിപരം വ്യാപരിക്കുന്ന മേഖലകൾ ഇവയിലെല്ലാം ഉള്ള ആ ദുഷ്പേര് മാറുകയും ജോലിയൊക്കെ നഷ്ടപ്പെട്ടവരോ, ജോലി ഉപേക്ഷിക്കപ്പെട്ടവരോ, ജോലി ഇല്ലാതെ വലയുന്നവരോ, നാണക്കേട് കാരണം ജോലിക്ക് പോകാൻ വയ്യാതെ നിൽക്കുന്നവരോ ഒക്കെ പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കും. ഇപ്പം ഏതെങ്കിലും തരത്തിലുള്ള അധർമ്മം അല്ലെങ്കിൽ അപ്രിയം, കവർച്ച ഇതിലൊക്കെ ബന്ധപ്പെട്ട് വല്ല ബാങ്ക് ജോലിക്കാരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് സസ്പെൻഷൻ ഒക്കെ ഉണ്ടാവും. അതിൽ നിന്നൊക്കെ മോചനം വന്ന് തിരിച്ച് കയറും. ഏത് മേഖലയിൽ നിൽക്കുന്നവരാണെങ്കിലും അവരുടെ പേരുദോഷം, കാലദോഷങ്ങൾ മാറി നവംബർ മാസം മുതൽ ആയുരാരോഗ്യക്ഷേമം, ഐശ്വര്യം, മക്കൾ, ഭാര്യ, ഭർത്താവ്, സ്വർണ്ണം, ധനം മുതലായി ഉണ്ടായിരുന്ന ക്ലേശങ്ങൾ മാറി അധികാരവർദ്ധനവ്, തൊഴിൽ പുഷ്ടി, അതുപോലെ തന്നെ രോഗികളാണെങ്കിൽ ആരോഗ്യം, പ്രതിസ്ഥാനമുള്ളവർ മാറി, കച്ചേരി കോടതിയിൽ ഉള്ളവരാണ് അത് മാറി, മറ്റേതെങ്കിലും തരത്തിൽ അസുഖങ്ങളോ, ഇനിയിപ്പോൾ ആരോപണം എന്ന് തന്നെ വേണമെന്നില്ല, അസുഖങ്ങളും മഹാരോഗങ്ങളും വന്നാലും മതി, അതിൽ നിന്ന് മോചനം, കടബാധ്യയിൽ നിന്ന് മോചനം, പൊതുവെ കല്യാണ തടസ്സം, ഏതെങ്കിലും കല്യാണമൊക്കെ നിശ്ചയിച്ച് വെച്ച് മകൾക്കോ മകനോ തെന്നി മാറിപ്പോയിട്ട് നാണക്കേടുണ്ടായി അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നു, പുതിയ പ്രപ്പോസൽസ് വരാനുള്ള ഭാഗ്യങ്ങൾ. പിന്നെ ഈ വസ്തു വാങ്ങുക, വിൽക്കുക, അത് വസ്തു വാങ്ങാനോ ഒക്കെ ഇറങ്ങിത്തിരിച്ചിട്ട് വീടോ അതുപോലെ ജംഗമങ്ങളോ അഡ്വാൻസൊക്കെ കൊടുത്തു, പിന്നെ കൊടുക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും നിയമ കുരുക്കുകൾ ഒക്കെ വന്നിട്ട് അതെല്ലാം അഴിഞ്ഞ് പുതിയ പ്രോപ്പർട്ടി വാങ്ങാനുള്ള ലോണ്, ചീട്ടി, ഭാഗ്യം, കൈവായ്പ, മറ്റേതര കാര്യങ്ങളെല്ലാം നടക്കുന്ന സമയമാണ്. വസ്തുഗ്രഹ വാഹന കനകവേഷഭൂഷണാദി സ്ഥാനമാനാദി ലോക ബഹുമാനാദി ഗുണം ഭവം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെറിയ തോതിലെങ്കിലും നടന്നിരിക്കും. ജാതക നിലയിൽ വ്യാജഗ്രഹം, ശനിഗ്രഹം, രാഹുഗതികൾ, രാഹു സന്താനസ്ഥാനത്ത് നിൽക്കുക ഈ രാശിക്കാർ. വിഷഭയമോ അസുഖമോ വിവാദമോ ജയിൽവാസമോ ആരോപണമോ അതുമായി തമ്മിലടിക്കുകയൊക്കെ ചെയ്യുന്ന സമയമാണ്. അതിനൊക്കെ ഒരു മോചനം വരും. പൊതുവെ എല്ലാ രംഗത്തും സമൂലമായ ഒരാഴ്ചപ്പണി അനുകൂലാവസ്ഥയിലേക്ക് നവംബർ മുതൽ വരും. ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് ജാതകം, വ്യാഴഗ്രഹത്തിൻ്റെ പുഷ്ടി, രാഹുഗതികളുടെ നിപ്പ്, ശനിഗ്രഹത്തിൻ്റെ നിപ്പൊക്കെ ദോഷകരം എങ്കിൽ നവംബർ കഴിഞ്ഞാലും ഇതിൽ നിന്ന് ദുഃഖമോചനം ഉണ്ടാവാൻ പാടാണ്. ഒരു മാറ്റം എന്നേ പറയാൻ പറ്റുള്ളൂ. അതേസമയം ജാതക നിലയിൽ പവർഫുള്ളായിട്ടൊക്കെ ഈ 3-4 ഗ്രഹങ്ങൾ നിൽക്കുകയും രാജയോഗങ്ങളോ തത്തുല്യമായ യോഗങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഈ പറഞ്ഞ ശ്ലോകവും അതിൻ്റെ അർത്ഥവും നിസ്സാരമായി അങ്ങ് മാറിപ്പോകുന്നതാണ്. അതായത് ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് സമയവും കാലവും ഒക്കെ നോക്കണം എന്നർത്ഥം. വൃശ്ചിക രാശിയുടെ ഈ വർഷത്തെ ഫലം അറിയാം. ഈ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ: വിശാഖ നക്ഷത്രത്തിൻ്റെ ഒടുവിലത്തെ 15 നാഴിക, അനിഴം നക്ഷത്രം, തൃക്കേട്ട നക്ഷത്രം. ഈ 2 നക്ഷത്രം അടങ്ങുന്നതാണ് സ്കോർപ്പിയോ അല്ലെങ്കിൽ വൃശ്ചിക രാശി. ഈ രാശിയുടെ 4-ാം ഭാവത്തിൽ മാതൃസ്ഥാനത്തും സൗഖ്യസ്ഥാനത്തും രാഹുവും മനസ്സന്താന സ്ഥാനത്ത് ശനിയും
ഭാഗ്യസ്ഥാനത്ത് വ്യാജഗ്രഹവും സഞ്ചരിക്കുന്ന കാലം. പൊതുവെ ദുരിതങ്ങളായിരുന്നു 1-2 വർഷം. സന്താനം മൂലവും, സാമ്പത്തികം മൂലവും, കുടുംബം മൂലവും, ദാമ്പത്യം മൂലവും, ആരോഗ്യം മൂലവും, തൊഴിൽ മേഖലയിലും കുടുംബത്തിലും സ്വന്തക്കാരിലും ബന്ധക്കാരിലും മിത്രങ്ങളിലും സൗഹൃദത്തിലും ഒക്കെ ഉണ്ടായിരുന്ന ക്ലേശഫലങ്ങൾ ഏതാണ്ട് ഒഴിഞ്ഞ് ഭാഗ്യപുഷ്ടിയിലേക്ക് കാലൂന്നിരിക്കുന്ന കാലമാണ്. തൊഴിൽ ഇല്ലാത്തവർക്ക് തൊഴിൽ കിട്ടാനും, ഉള്ളവർക്ക് പ്രൊമോഷൻ സൗകര്യവും അല്ലെങ്കിൽ തൊഴിലിൽ അംഗീകാരവും, ബിസിനസ്സുകാർക്ക് കച്ചവട അഭിവൃദ്ധിയും, ഏത് മേഖലയെ വ്യാപരിക്കുന്നോ അതിൽ അഭിവൃദ്ധിയും അംഗീകാരവും കീർത്തിയും പദവിയും, ഉന്നത ജനങ്ങളെയും വിശിഷ്ട ജനങ്ങളെയും അടുത്ത് പെരുമാറുവാനും അവരിൽ നിന്ന് ഗുണങ്ങളും നന്മകളും പ്രതീക്ഷിക്കാനുള്ള യോഗങ്ങളും, മംഗളകർമ്മങ്ങളിലൂടെയും നിയമങ്ങളിലൂടെയും സൗഹാർദ്ദങ്ങളിലൂടെയും സ്ത്രീകൾ നിമിത്തവും ധനവും പേരും പ്രസിദ്ധിയും അപ്രതീക്ഷിതമായും തിടുക്കത്തിലൂടെയും കൈവശം വന്നു ചേരാവുന്ന യോഗം. ലോട്ടറികൾ പരീക്ഷിക്കാവുന്നതാണ്. ലോൺ ചിട്ടി മുതലായതും തേടിയെത്തും. വിശിഷ്ട ദേവാലയ യോഗം, തിരുപ്പതി, ഗുരുവായൂർ, വലിയ കൂടിയ ശക്തിയുള്ള പള്ളികൾ, ഗുരുമന്ദിരങ്ങൾ, ഇങ്ങനെ ഒക്കെ ഉള്ളത് തീർത്ഥാടനത്തിനുള്ള യോഗവും, കുടുംബത്തിൽ മംഗളകർമ്മവും ഒരു സന്താന ജന്മവും, മക്കളാരെങ്കിലും കല്യാണമൊക്കെ കഴിച്ച് ഉണ്ടെങ്കിൽ പ്രഗ്നൻ്റ് ആവാനോ അല്ലെങ്കിൽ മകന് കുട്ടികളോ ഒക്കെ ഉണ്ടാവാനുള്ള യോഗവും, കുടുംബത്തിൽ വിശിഷ്ട അതിഥികൾ വന്നു ചേരാനും സല്ലപിക്കാനും ഒക്കെ ഉള്ള യോഗങ്ങളും, ഗ്രഹവസ്തു വാഹന കനകവേഷഭൂഷണാദികൾ ഉള്ളവ പരിഷ്കരിക്കാനോ മോടി പിടിപ്പിക്കാനോ അധീനതയിൽ വരുവാനോ അല്ലെങ്കിൽ അത് ഒസ്യത്തായിട്ട് കിട്ടാനോ പാർട്ടീഷൻ നടത്തി അടുത്ത തലമുറയ്ക്ക് കൈമാറാനോ ഒക്കെയുള്ള ഭാഗ്യങ്ങൾ. പൊതുവേ വിദ്യാർത്ഥികൾക്ക് നല്ല മാർക്കോടുകൂടി ഉപരിപഠനത്തിനുള്ള സൗകര്യങ്ങൾ, ഉദ്യോഗാർത്ഥികൾക്ക് ജോലിക്കുള്ള സമയം, ജോലിയിലിരിക്കുന്നവർ തിളങ്ങാനുള്ള സൗകര്യം, കലാ, രാഷ്ട്രീയം, സാമുദായികം, ജനപിന്തുണ ലഭിക്കാനുള്ള കാര്യം. വലിയ പാട്ടുകാരും മറ്റുമൊക്കെയാണ് ആദ്യത്തെ പാട്ടിൽ ക്ലിക്കാവും. ഏതെങ്കിലും ചെറിയ ഹോളിൽ കയറിയവരൊക്കെ പെട്ടെന്ന് ക്ലിക്കാവും. എത്ര ചെറിയ കഥയാക്കിയാണെങ്കിലും സംവിധായകർ ചെയ്താൽ ചിലപ്പോൾ ക്ലിക്കായി പോകും. അവർ പോലും അറിയില്ല, അങ്ങ് പോപ്പുലറായി പോകും. പിന്നെ തിരക്കായിരിക്കും. എവിടെയും ഭാഗ്യപുഷ്ടി, ദുഷ്പേരൊക്കെ മാറും. കൊള്ളാവുന്നവനാണെന്നേ, കൈപ്പുള്ളി ഉള്ളവനാണ്, അല്ലേ അവൾ മിടുക്കിയ ഗുരുത്വമുള്ളവളാ എന്നൊക്കെ ജനങ്ങൾ ഈ ആക്ഷേപിച്ചവർ തന്നെ തിരിച്ചു പറയുന്നൊരു കാലം. അങ്ങനെ നല്ല നല്ല സുവർണ അവസരങ്ങൾ, ഭാഗ്യങ്ങൾ, സന്തോഷങ്ങൾ അങ്ങനെ വന്ന് നവംബർ മാസം എത്തുമ്പോൾ അവിടെ ചില പരീക്ഷണങ്ങൾ. ഈ സൗഭാഗ്യങ്ങൾ നുണഞ്ഞ് ഇറക്കിയ മക്കളോ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവരോ അവരിൽ ചില പൈശാചിക ബുദ്ധികൾ തലപൊക്കുന്നു. അവരെ കൂട്ടുപിടിച്ചും കൊണ്ട് പൊതുജനങ്ങളോ അവരുടെ സുഹൃത്തുക്കളോ മറ്റാരെങ്കിലും കിംവദന്തികളും മറ്റുള്ളതൊക്കെ ആയിട്ട് പലതരത്തിൽ ഉപദേഷ്ടാവിനെ അപമാനിക്കുകയോ അല്ലെ അവരാൽ പരിഹരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരവസരം. അതായത് വരുന്ന നന്മകൾ അതിൻ്റെ തിന്മയിലേക്ക് കിടക്കാതിരിക്കാൻ ഈ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർ സ്ത്രീയായാലും പുരുഷനായാലും മതജാതി വർഗവർണ്ണ വ്യത്യാസമില്ലാതെ വിവിധ മണ്ഡലങ്ങളിൽ വിവിധ മേഖലകളിൽ വ്യാപരിക്കും തിളങ്ങി നിൽക്കുന്നവർ, അതുപോലെ തന്നെ അഭിവൃദ്ധിയിലേക്ക് കാലൂന്നി നിൽക്കുന്നവർ, അവരുടെ ജാതക നിലയിൽ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് വ്യാജഗ്രഹത്തിൻ്റെയും ശനിഗ്രഹത്തിൻ്റെയും രാഹുഗതുക്കളും പ്രത്യേകിച്ച് ശുക്രൻ എന്ന ഗ്രഹത്തെയും അതിൻ്റെ രശ്മിബലം, ചേഷ്ടാബലം, യോഗബലങ്ങൾ എന്നിവ പരീക്ഷിച്ച് ഗുണകരമല്ലെങ്കിൽ അവയെ
കുറച്ച് അനാരോഗ്യം, ശരീരത്തിന് ഷേപ്പില്ലാത്തവരൊക്കെ ആണെങ്കിൽ കുട്ടിക്കാലത്തെ ജിംനേഷ്യത്തിലൊക്കെ ഒന്ന് പോവുകയില്ല, ശരീരം. അതുപോലെ തന്നെ കലാരംഗത്തേക്ക് പിന്നെ താല്പര്യമുള്ളവരൊക്കെ ആദ്യകാലം അഭിനയിക്കാനൊക്കെ ആയിട്ട് നാടകത്തിലും ചെറിയ തോതിൽ നടീനടന്മാരെയൊക്കെ സമീപിച്ച് ആശാട്ടിമാരെയൊക്കെ കണ്ട് പ്രാക്ടീസ്, അതുപോലെ കഥകളിയൊക്കെയാണ് നവരസങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, ഓത്തിയാട്ടങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അത് വിവിധ മണ്ഡലങ്ങളിൽ ഒക്കെ നിൽക്കുന്നവർ ആ കാര്യങ്ങളിലേക്ക് കടക്കുക എന്ന് പറയുന്ന പോലെ ഒരു പ്രാക്ടീസൊക്കെ ചെയ്ത് നോക്കുക. പ്രതിവിധികൾ ഗ്രഹങ്ങൾ ദോഷകരമായിട്ട് നിൽക്കുകയാണ് ചെയ്യുക. എന്തായിരുന്നാലും ഗുണഗണങ്ങളിലേക്ക് നീങ്ങുന്ന ഒരു രാശിയാണ് വിശാഖം, അനിഴം, തൃക്കേട്ട, നാളുക. അവർക്ക് അപ്രതീക്ഷിതമായ പല ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാവും. ജാതക നിലയും കൂടെ യോഗ്യമാണെങ്കിൽ പിടിച്ചാൽ കിട്ടുകയില്ല അതുപോലുള്ള അഭിവൃദ്ധിയിലേക്ക് കിടക്കുന്നൊരു രാശിയാണ്. ദോഷഫലങ്ങളൊക്കെ മാറ്റി ഗുണഫലങ്ങളൊക്കെ ലഭ്യമായി എന്ന് കണ്ടാൽ വീണ്ടും ഭാഗ്യവാരത്തിലേക്ക് വിളിക്കുക, ബന്ധപ്പെടുക. ധനുരാശിയുടെ ഈ വർഷത്തെ ഫലം നോക്കാം. ധനുരാശി മൂല നക്ഷത്രവും പൂരാട നക്ഷത്രവും ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യപാദമായ 15 നാഴികയും ചേരുന്ന നക്ഷത്രങ്ങളാണ്. മാതൃസൗഖ്യസ്ഥാനത്ത് ശനിയും സഹോദര സ്ഥാനത്ത് സർപ്പവും അഷ്ടമത്തിൽ വ്യാഴവും സഞ്ചരിക്കുന്ന കാലം. പൊതുവെ വിദ്യാർത്ഥികൾ, ഉദ്യോഗാർത്ഥികൾ, ഉദ്യോഗസ്ഥർ, ബിസിനസ്സുകാർ, കലാരാഷ്ട്രീയം, നിയമ വാഴ്ചയിൽ നിൽക്കുന്നവർ, കോൺട്രാക്ടർമാർ, ബാങ്കേഴ്സ്, ബാരിസ്റ്റർമാർ, തൊഴിലാളികൾ, മുതൽ മുടക്കുന്ന മുതലാളിമാർ, ഇടപ്രഭുക്കന്മാർ, വിദേശ ജോലിക്കാർ, അതുപോലെ തന്നെ ന്യായം, നീതി വകുപ്പുകളിൽ കൈകാര്യം ചെയ്യുന്നവർ, പത്ര, സിനിമ, മാധ്യമങ്ങളിൽ നിൽക്കുന്നവർ, വിവിധ മേഖലകളിൽ വ്യാപരിക്കുന്നവർ, പ്രത്യേകിച്ച് ക്യാമറാമാൻമാർ, അതുപോലെ തന്നെ പ്രകൃതി ആസ്വാദകർ, നിരൂപകന്മാർ, കവികൾ, ഇതര മേഖലകളിൽ നിൽക്കുന്ന കായിക രംഗങ്ങളിൽ നിൽക്കുന്നവർ, നിയമപാലകർ, ഈ രാശിക്കാർക്ക് മൊത്തത്തിൽ അഷ്ടമവ്യാഴം തൊട്ടതൊക്കുമേ പൊട്ടിയിടും, നനച്ചതെല്ലാമേ തെറ്റിയിടും, അടിസ്ഥാനങ്ങൾ പലതും മാറ്റമുണ്ടായിടും, പെറ്റമ്മ പോലും വെറുത്തിടും, വലയും ക്രിമിനൽ കുറ്റമോ തടവോ പിഴശിക്ഷയോ, ആരിലാണിവ കാണുന്നവർ അന്യന്മാരെ പോലല്ല ഇക്കാര്യത്തിൽ, വങ്കളങ്കയെ അവിശ്വാസമാരിലും, തൻ ഭർത്താവിനെ അവിശ്വാസം സ്ത്രീകൾക്കും, അനാരോഗ്യവും ഉദരവ്യാധിയും ത്വക്ക് രോഗങ്ങളും മാതൃദുഃഖവും തൊഴിൽപരമായിട്ട് ഉള്ള ക്ലേശവും സാമ്പത്തിക നഷ്ടവും അപ്രതീക്ഷിതമായ ഒടിവ്, ചതവ്, മുറിവുകൾ, സർജറി ഇത്യാദികളോ അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടങ്ങളോ ഏർപ്പെടും കാര്യങ്ങളിൽ കുടുംബപരമായിട്ടും തൊഴിൽപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ദാമ്പത്യപരമായിട്ടും ഇതിനെ മേഖലകളിൽ ഇറങ്ങിത്തിരിക്കുന്ന മേഖലകളിൽ അതിലെ നിയമപരമായ വയ്യാവേലികളോ ബഹുജനങ്ങളോ ഇടപെടേണ്ടതായ സാഹചര്യങ്ങൾ, ദുഷ്കീർത്തികൾ, തടസ്സങ്ങൾ, തർക്കങ്ങൾ, നഷ്ടങ്ങൾ, ചതി, വഞ്ചന, അബദ്ധം, അമളി ഇത്യാദികൾ കുടുങ്ങാനോ ഒക്കെ ഉള്ള സാധ്യതകളുണ്ട്. ഏർപ്പെടുന്ന ഏത് മേഖലകളാണെങ്കിലും വിദ്യാർത്ഥി മുതൽ വൃദ്ധൻ വരെ, ദരിദ്രം മുതൽ രാജാവ് വരെ അധികാര നഷ്ടം, കസേര ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരിക, കയ്യബദ്ധം, നിയമ കുഴപ്പങ്ങൾ, ബന്ധനം ഇത്യാദികളും, ശക്തമായ ആരോപണങ്ങൾ, ഖരാവയ്ക്ക് ഇരയാവേണ്ട അവസ്ഥകൾ, അതുപോലെ തന്നെ വലിയ ദുർഘടങ്ങൾ, അപരിഹാര്യങ്ങളായ ചില അപകടങ്ങളിൽ നിന്ന് ജാതക നില നല്ലതെങ്കിൽ വ്യാഴഗ്രഹം, ശനിഗ്രഹം, ചൊവ്വാഗ്രഹമൊക്കെ അനുകൂലമായി യോഗകാരന്മാരായി നിൽക്കുന്ന സ്ത്രീ പുരുഷ ജാതിമത ഭേദമന്യേ വിദ്യാർത്ഥികൾക്ക് അവരുടെ തുറയിൽ, ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ തുറയിൽ ഭരിക്കും മേഖലകൾ, ബിസിനസ്സുകാർ, സാമൂഹ്യ പ്രവർത്തകർ എന്നിവർക്ക് അത്ഭുതകരമായ രക്ഷാകവാടങ്ങൾ തുറക്കപ്പെടും നവംബർ മാസം മുതൽ, 1-ാം തീയതി മുതൽ. അപ്പം ദുരിതാനുഭവങ്ങളിൽ നിന്നും ദുഃഖാനുഭവങ്ങളിൽ നിന്നും ധനുരാശിപ്പെട്ട മൂലം, പൂരാട, ഉത്രാട നക്ഷത്രക്കാരെ
നവംബർ മാസം മുതൽ രക്ഷാകവാടം തുറക്കപ്പെടുകയും രക്ഷക രംഗത്തും സഹായഹസ്തങ്ങൾ നീളുകയും തൊഴിൽപരവും സാമ്പത്തികപരവും കുടുംബപരവും ഭരണപരവുമായ ദുരിതങ്ങളിൽ നിന്ന് അല്പാൽപമായി മോചനവും മാതാവിനും മാതൃവഴി ബന്ധുക്കൾക്കും ക്ലേശങ്ങളുണ്ടായിരുന്നതിന് ശമനം വരികയും ഉദരവ്യാധിയും ഒടിവ് ചതവ് മുറിവ് പൊള്ളൽ സർജറി ഇത്യാദികളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുകയും ആശുപത്രിവാസം ഒഴിവാക്കുകയും ചെയ്യും. സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലും കൂട്ടുപ്രസ്ഥാനങ്ങളൊന്നും ഇപ്പോൾ ഇറങ്ങിത്തിരിക്കാതിരിക്കുക. അതുപോലെ തന്നെ ഏതെങ്കിലും ചതിയിലും വഞ്ചനയിലും ദുഃഖങ്ങളിലൊക്കെ വരും. കല്യാണമൊക്കെ നിശ്ചയിച്ച് വെച്ചിരിക്കുന്ന സ്ത്രീപുരുഷന്മാർക്ക് അല്ലെ കല്യാണമൊക്കെ ഉറപ്പിച്ച കാമുകന്മാർക്ക് നവംബർ മാസം വരെ അത്ര ഉറപ്പൊന്നും പറയാൻ പറ്റിയല്ല, തീർത്തൊന്നും പറയാൻ പറ്റിയല്ല. നവംബറിന് ശേഷം ഒത്താവത്തു എന്ന് പറയാം. ഡേറ്റ് ഓഫ് ബർത്തും സമയവും എടുത്ത് വ്യാജഗ്രഹവും ശനിഗ്രഹത്തിൻ്റെയും ബലാബലം നോക്കി ദുഃഖ ദോഷ ദുരിതസ്ഥാനത്താണ് വ്യാജഗ്രഹവും ശനിഗ്രഹവും രാഹുഗതുക്കളും നിൽക്കുന്നതെങ്കിൽ അവയ്ക്ക് ഉടൻ തന്നെ വേണ്ട ശക്തമായ പ്രതിവിധികൾ ചെയ്താൽ വൻ തുകകൾ മുടക്കി ബിസിനസ് ചെയ്യുന്ന മുതലാളിമാർക്കും അതുപോലെ തന്നെ പരീക്ഷണ ഘട്ടങ്ങളിലിരിക്കുന്ന വൻകിട ഉദ്യോഗസ്ഥന്മാർക്കും വിവാദങ്ങളിൽ നിൽക്കുന്ന ഭരണതലങ്ങളിൽ നിൽക്കുന്ന മതജാതി രാഷ്ട്രീയ മേഖലയിൽ നിൽക്കുന്നവരും സിനിമാ രംഗങ്ങളിലും മറ്റ് കലാരംഗങ്ങളിലും നിൽക്കുന്നവർക്കും അവരുടെ ആ ദോഷസന്ധി മാറി നവംബർ മാസം മുതൽ ക്രമേണ ഉയരുകയും ദോഷസന്ധി മാറിക്കിട്ടുകയും ചെയ്യുന്നു. ഇപ്രകാരമൊക്കെ നോക്കി ദോഷപ്രതിവിധികളൊക്കെ ചെയ്ത് ദുഃഖാനുഭവങ്ങളിൽ നിന്നൊക്കെ മാറി എന്ന് കണ്ടാൽ വീണ്ടും ഭാഗ്യവാരം ആയിട്ട് ബന്ധപ്പെടുക. ബാക്കി കാര്യങ്ങൾ അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് പങ്കുവെക്കാവുന്നതാണ്. അതുവരെ നന്ദി, നമസ്കാരം. മകരരാശിയുടെ ഈ വർഷത്തെ ഫലം നോക്കാം. ഉത്രാടം ഒടുവിൽ 45 നാഴികയും തിരുവോണവും അവിട്ടം ആദ്യത്തെ 30 നാഴികയും, അതായത് അവിട്ടത്തര എന്ന് പറയുന്ന 2 നക്ഷത്രം അടങ്ങുന്നതാണ് മകരരാശി. ഇതിൻ്റെ മുക്കാൽ ഭാഗവും കാപ്രിക്കോൺ എന്ന് പറയുന്ന ആംഗ്ലേയ ശാസ്ത്രപ്രകാരമുള്ള രാശിയുമാണ്. സൗരയൂഥത്തിലെ വടക്ക് ഭാഗത്ത് വിലസിക്കുന്ന ഈ സൗരയൂഥത്തിലെ രാശി, ആ രാശിയുടെ സ്ത്രീ പുരുഷ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ധനസ്ഥാനത്ത് സർപ്പവും, സഹോദരസ്ഥാനത്ത് 3 ശനിയും, സപ്തമത്തിൽ വ്യാഴവും നിൽക്കുന്ന കാലം. വസ്തുഗ്രഹം വാഹനം മുതലായവ ഇല്ലാത്തവർക്കുണ്ടാവുകയും ഉള്ളവ പരിഷ്കരിക്കുകയും ഇല്ലെങ്കിൽ അധീനതയിൽ വരികയും ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഭാഗ്യങ്ങൾ വന്നു ചേരുകയും കുടുംബത്തിൽ നിന്ന് പാർട്ടിഷൻ നടത്തി ലഭ്യമാകുകയും അല്ലെങ്കിൽ സ്വത്തുക്കൾക്ക് അധീനമാവുന്ന മറ്റനേകം യോഗഫലങ്ങളുണ്ട്. ഇവയിൽ ഏതെങ്കിലും വന്നു ചേരുകയോ ചെയ്യും. വാഹനവുമായി ബന്ധപ്പെട്ടവർക്ക് പുതുവാഹനം എടുക്കാൻ, വസ്തുക്കൾ റിയൽ എസ്റ്റേറ്റ് നടത്തുന്നവർക്കും അല്പാൽപ്പം അനുകൂലം. കോൺട്രാക്ടേഴ്സ് പുതിയ ബിൽഡിങ്ങുകൾ വെക്കാനുള്ള അവസരങ്ങൾ. കലാകായിക രംഗങ്ങളിൽ നിൽക്കുന്നവർക്ക് ജനപിന്തുണയും ശ്രദ്ധേയനും പ്രസിദ്ധിയും അവാർഡും ഒക്കെ കിട്ടാനുള്ള ഭാഗ്യങ്ങളും. യുവതീ-യുവാക്കൾക്ക് വിവാഹപ്രായമെത്തിയവർക്ക് നല്ല ബന്ധം വരാനുള്ള ഭാഗ്യവും. ഗ്രഹവും വസ്തുവും വാഹനവും ഉള്ളവർക്ക് പരിഷ്കരിക്കാനും മുടിപിടിപ്പിക്കാനുള്ള യോഗങ്ങളും. വിദേശയാത്ര കൊതിച്ചാഗ്രഹിച്ച് നിൽക്കുന്നവർക്ക് നല്ല ജോലിയോട് കൂടിയുള്ള ഉത്തരവുകൾ വരാനും, മറ്റേതെങ്കിലും തരത്തിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ ഭാഗ്യലബ്ധിയും കടന്നു വരുന്ന ഒരു കാലം. ശത്രുക്കളും വിരോധികളും അകന്നവരും ബന്ധുക്കളും സ്വന്തക്കാരും ഒരുമിച്ച് കാണാനും ഉല്ലസിക്കാനും ആഹാര സംഗീത വാദ്യ നൃത്തങ്ങളെ കൊണ്ട് സന്തോഷിക്കുവാനും ഉത്സവാദികൾ പങ്കെടുക്കുവാനും ആടയാഭരണങ്ങളൊക്കെ കുറേയെങ്കിലുമൊക്കെ വാങ്ങുവാനും സന്താന പരമ്പരകൾക്ക് പാർട്ടീഷൻ നടത്തി സ്വത്തുക്കൾ ഭാഗം വെക്കാനും ഒക്കെയുള്ള
യോഗങ്ങളുള്ള സമയമാണ് നവംബർ മാസം വരെ. ഇതെല്ലാം പേരിനെങ്കിലും സംഭവിച്ചിരിക്കും. ജാതക നിലയിൽ രാജയോഗം, മഹാലക്ഷ്മി യോഗം, അഖണ്ഡ സാമ്രാജ്യ യോഗം, കേസരി യോഗം, ഹംസമഹായോഗം, മാളവ്യ യോഗം തുടങ്ങിയ 168 പരം മഹായോഗങ്ങൾ ഉള്ളവർക്ക് ഈ ശ്ലോകത്തിൻ്റെ ഫലം അതുപോലെ തന്നെ വസ്തു, വീട്, കാര്യങ്ങൾ, തോട്ടം ഇതെല്ലാം ഉണ്ടാവും. വലിയ കുബേരത്വവും ഒക്കെ ഉണ്ടാവും. ഒരു യോഗവും ഇല്ല, കഷ്ടിച്ചൊരു സുനഭായോ അനഭായോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യോഗം ഉള്ളെങ്കിൽ അല്പം ശമ്പളം കൂടും, ഒരു കല്യാണം നടക്കും, കുടുംബം ഒന്ന് ചെറിയ തോതിൽ 1-2 മുറികൾ പണിയും, ഒരു ലോൺ പാസ്സാവും, ഒരു ചിട്ടി നടക്കും, സ്കൂട്ടർ ഒന്ന് ബൈക്കാക്കും, ബൈക്കൊന്ന് കാറാക്കും, കാറൊന്ന് മാറ്റി പുതിയ കാറെടുക്കും. ഒരു രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ പിന്തുണയും അടുത്ത രാഷ്ട്രീയവുമായിട്ട് ലയിക്കാനുള്ള ഭാഗ്യവും, ഏതെങ്കിലും ഒരു ബോർഡ് അംഗമോ പഞ്ചായത്ത് അംഗമോ ഒക്കെ ആയിട്ട് കയറാനും ഒക്കെ ഉള്ള ഭാഗ്യങ്ങളും, അതുപോലെ തന്നെ ഒട്ടും യോഗമില്ലാത്തവർക്ക് ദാരിദ്ര്യാദികളിൽ നിന്ന് മാറാനും അവർക്ക് ഗവൺമെൻറ് സഹായങ്ങൾ ലഭിക്കാനും ഒക്കെ ഉള്ള ഭാഗ്യങ്ങളുണ്ട്. കൂടുതലും വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർ, വിവാഹത്തിന് ശ്രമിക്കുന്നവർ, വസ്തു, വീട്, വാഹനം, അതുപോലെ തന്നെ പേരെ പ്രസിദ്ധി, കലാരാഷ്ട്രീയം, അതുപോലെ ജീവിതം ഒന്ന് ഉല്ലസിക്കണം എന്ന് തോന്നുന്നവർ, അതുപോലെ ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കണം, അക്കരയ്ക്കരയൊക്കെ നിൽക്കുന്നവർ ഒന്നിച്ച് താമസിക്കണം എന്നുള്ള മോഹം ഉണ്ടെങ്കിൽ അവർക്കൊരു 2-3 മാസം ട്രാൻസ്ഫറായിപ്പോയി പര്യടനമൊക്കെ നടത്തുകയും ഉല്ലസിക്കുകയൊക്കെ ചെയ്യാം. നവംബർ മാസം മുതൽ തീയും കറണ്ടും കൊണ്ടുള്ള അപകടമോ ഉഷ്ണരോഗങ്ങളോ ഒടിവ്, ചതവ്, സർജറി മുതലായതോ, അല്ലെങ്കിൽ യൂറിനറി കംപ്ലൈൻറ്റ്, ഇൻഫെക്ഷൻ, അബ്ഡോമിനൽ സർജറി ഇങ്ങനെയുള്ള വിഷയങ്ങളിലേക്കും, റെസ്റ്റ് അത് പറ്റുന്നില്ലെങ്കിൽ നിയമപരമായ എന്തെങ്കിലും വയ്യാവേലികൾ, കേസ്, വഴക്ക്, വക്കാണം, അടി, വെട്ട്, കുത്ത്, അതും പറ്റുന്നില്ല, അപകടം, അതിലും കവർ ചെയ്യാമെന്നെങ്കിൽ ലീഗലായ പ്രശ്നങ്ങൾ, ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ജോലി ഇരിക്കുന്നതിന് മറ്റാരെങ്കിലും കട്ടിട്ട് പെട്ടെന്ന് അതിൻ്റെ തലപ്പത്തിരിക്കുന്ന MD എടുത്ത് അകത്തിടുക, കോടികളുടെ ഉത്തരവാദിത്തം, പെട്ടെന്ന് പേപ്പറിലും മൊബൈലിലൊക്കെ നാറ്റപ്പേര്, ഇതുമായിട്ട് ഉറപ്പിച്ചു വെച്ച കല്യാണം തെറ്റിപ്പോവുക, ഈ ദുഷ്കീർത്തിയെല്ലാം വന്ന് പെടാവുന്ന സമയങ്ങൾ കൂടെയാണ്. തൊട്ടതൊക്കുമേ പൊട്ടിയിടും, നനച്ചതെല്ലാമേ തെറ്റിയിടും, പെറ്റമ്മ പോലുമേ ശപിച്ചിടും. അങ്ങനത്തെ ഒരു സമയം നവംബർ ടു 3 months വെരി വെരി ബാഡ് ടൈം. ആരോഗ്യം മോശം, അവിവേകം, അപ്രിയം, അനീതി ഇതിനകത്തൊക്കെ ഉൾപ്പെട്ടു പോകുന്ന ഒരു സമയം. കമിതാക്കൾ തെറ്റിപ്പിരിയും, ദമ്പതികൾ സംശയദൃഷ്ടിയോടെ നീങ്ങും, ദുരൂഹതകൾ പൊങ്ങി വരും. അല്പം പിണക്കത്തിലൊക്കെ ഇരുന്നവരാണെങ്കിൽ ഡിവോഴ്സിലേക്ക് കലാശിക്കും. നീതിയും നിയമവും നോക്കുന്നവർ അവർക്ക് ചില കാല് ഇടവും. കലാകാരന്മാർക്കും കലാകാരികൾക്കും അവസരങ്ങൾ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരും. ഡേറ്റ് ഓഫ് ബർത്ത് സമയമൊക്കെ വെച്ച് ജാതക നില നോക്കി വ്യാജഗ്രഹവും ശനിഗ്രഹത്തിൽ രാഹുഗതുക്കളും പുഷ്ടിമയായിട്ട് നിൽക്കുകയാണെങ്കിൽ, ശുഭഗ്രഹ ബന്ധമോ ശുഭഗ്രഹ ദൃഷ്ടിയോ യോഗബലമോ ആയിട്ടും ഒക്കെ നിൽക്കുകയാണെങ്കിൽ ചെറിയ തോതിൽ ഈ വക ദോഷങ്ങൾ വന്നുമാണ്. യോഗകാരകന്മാരൊന്നുമില്ലെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ശ്ലോകങ്ങൾ എല്ലാം സംഭവിക്കുന്നതാണ് കാണുന്നത്. അവൻ്റെ ഗ്രഹനിലകളും ജാതക നിലകളും ഒക്കെ നോക്കി ദോഷസ്ഥാനത്താണ് വ്യാഴവും രാഹുകേതുക്കളും നിൽക്കുന്നതെങ്കിൽ ഉന്നത നിലവാരങ്ങളിൽ നിൽക്കുന്ന വിവിധ മാർഗങ്ങളിൽ, വിവിധ മണ്ഡലങ്ങളിൽ വിഹരിക്കും, വ്യാപരിക്കും വ്യക്തികൾക്ക് ഈ സാഹചര്യങ്ങളുണ്ടെങ്കിൽ അവർ ഇതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കി കുഴപ്പങ്ങളിലേക്ക് ചാടാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കേണ്ടതാണ്. കുംഭരാശിയുടെ ഈ വർഷത്തെ ഫലം അറിയാം. അവിട്ട ഒടുവിൽ 30 നാഴികയും ചതയവും പൂരിട്ടാതി 3/4 ഭാഗവും, അതായത് 45 നാഴിക തരുന്ന
അക്വേറിയസ്, കുംഭരാശി. ആ രാശിക്ക് തന്നെ ശത്രുസ്ഥാനം അതാം കുംഭം എന്നാണ്. ഇതുപോലെ ശത്രുക്കൾ പെരുകുന്ന ഒരു രാശിയില്ല. ഈ രാശിക്കാർക്ക് ധനസ്ഥാനത്ത് ഏഴരാണ്ട ശനിയും ശത്രു ദുരിത ദുഃഖ ഗുണസ്ഥാനത്ത് വ്യാജഗ്രഹവും ദുഃഖവ്യയസ്ഥാനത്തും ജനിച്ച ലഗ്നത്തിലും സർപ്പവും അതായത് രാഹുകേതുക്കളും സഞ്ചരിക്കുന്ന കാലം. പ്രക്ഷുബ്ധമായിരിക്കുന്ന കുടുംബരംഗങ്ങൾ, പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ള തൊഴിൽ രംഗങ്ങൾ, പ്രക്ഷുബ്ധമായിക്കൊണ്ടേയിരിക്കുന്ന കഴിഞ്ഞ മാസം മുതൽ സാമ്പത്തിക മാന്ദ്യം, അവശതയിൽ വന്നിരിക്കുന്ന അനാരോഗ്യം, ആരോഗ്യം നഷ്ടപ്പെടുക, കൊടുക്കൽ വാങ്ങലുകളിൽ കണിശം പാലിക്കാൻ ബുദ്ധിമുട്ട് വരിക, ഏർപ്പെടും മേഖലകളിലും വ്യാപാരിക്കും മേഖലകളിലും കുടുംബത്തിലും തൊഴിൽ മേഖലയിലും പ്രക്ഷുബ്ധവും ശത്രുവും വെല്ലുവിളികളും പുറകിൽ നിന്നുള്ള കുത്തലുകളും വരുന്ന കാലഘട്ടം. നവംബർ മാസം വരെ, നവംബർ 1 തീയതി വരെ. ശേഷം സാമ്പത്തിക അഭിവൃദ്ധി, തൊഴിൽ അഭിവൃദ്ധി, കുടുംബാഭിവൃദ്ധി, ശത്രുക്കളെ നേരിടാനുള്ള മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ പക്വത, അധികാരിവർഗങ്ങളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും അനുമോദനങ്ങൾ, ഉപേക്ഷിക്കപ്പെട്ടതും പ്രയോജനമില്ലാന്ന് കണ്ടതും തുരുമ്പ് പിടിച്ചതും നാശോന്മുഖവുമായ പ്രസ്ഥാനങ്ങളോ പ്രവൃത്തികളോ വ്യക്തികളോ ആയി പുതിയ സൗഹാർദ്ദം, ഒരു ധൃതരാഷ്ട്ര ആലിംഗനം. ധൃതരാഷ്ട്ര ആലിംഗനം എന്ന് പറഞ്ഞാൽ സന്തോഷം കൊണ്ടൊന്നും കെട്ടിപ്പിടിക്കുന്നതല്ല, നിന്നെ ഞാൻ എടുത്തോളാം എന്നുള്ള രീതി. എപ്പോഴെങ്കിലും നിന്നെ നല്ലകാലം നോക്കണ്ട, നിന്നെ ഞാൻ എടുക്കും, നിന്നെ ഞാൻ നോട്ടം ഇട്ടിരിക്കുകയാണ്. അതാണ് ആ സൗഹാർദ്ദം. സ്നേഹം കൊണ്ടല്ല, ചെയ്തേ പറ്റൂ, അതിന് വിധേയമായി നിന്നു കൊടുക്കും. ബിസിനസ്സുകാർക്ക് അഭിവൃദ്ധിയിലേക്ക് കിടക്കുന്നത് നവംബർ മുതൽ. കലാരാഷ്ട്രീയം, ക്യാമറ, ഡയറക്ഷൻ, കവിത, സാഹിത്യം, രചന, ഇതെല്ലാം നവംബർ മുതൽ പേരും പ്രസിദ്ധിയും ഉണ്ടാകുക. വളരെ കാലമായി മോഹിച്ചിരുന്ന തൊഴിൽ രംഗത്തെ ഒരു ഉന്നം ലക്ഷ്യം പ്രാപിക്കുക. പിണക്കത്തിലും വിരോധത്തിലും നിന്ന ശത്രുക്കളും സ്വന്തക്കാരും ബന്ധക്കാരും മിത്രങ്ങളുമായി ചില ഉള്ളിൽ സന്തോഷമില്ലെങ്കിലും സൗഹാർദ്ദം നടിക്കുക. സാമ്പത്തികപരമായ ഒരു നല്ല കടബാധ്യത തീർക്കുക. രോഗങ്ങൾക്ക് നല്ല മെഡിക്കൽ ചെക്കപ്പ് നടത്തുകയും ട്രീറ്റ്മെൻറ്റും, വസ്തുവും വീടും വണ്ടിയും വ്യാപരിക്കുന്ന മേഖലയും പരിഷ്കരിക്കുക മുതലായ കാര്യങ്ങളിലേക്ക് കടക്കുന്ന കാലം. ഡേറ്റ് ഓഫ് ബർത്തും സമയവും വെച്ച് മാളവ്യയോഗം, ഹംസമഹായോഗം, ഭദ്രമഹായോഗം, രുചകയോഗം, ശശമഹായോഗം മുതലായ പഞ്ചമഹായോഗങ്ങളോ രാജയോഗങ്ങളോ ചാന്ദ്രയോഗങ്ങളോ ആദിത്യയോഗങ്ങളോ മറ്റിതര യോഗങ്ങൾ മേൽപ്പട്ടം കെട്ടി ഉണ്ടെങ്കിൽ ആന, നാലുവേല് വലിയ കൂടിയ വാഹനങ്ങൾ, വില കൂടിയ ബിൽഡിങ്ങുകൾ എന്നിവ വരെ അധീനതയിലാവാനുള്ള ഭാഗ്യങ്ങളും പുതിയ പ്രസ്ഥാനങ്ങളിലേക്ക് കാലൂന്നാനുള്ള ഭാഗ്യങ്ങളും ഉണ്ട്. ഇപ്രകാരമൊക്കെ നവംബർ മാസം മുതൽ രക്ഷപ്പെട്ടു എന്ന് കണ്ടാൽ വീണ്ടും ഭാഗ്യവാരവുമായി ബന്ധപ്പെടുക. മീനരാശിയുടെ ഈ വർഷത്തെ ഫലം എങ്ങനെയുണ്ടെന്ന് നോക്കാം. മീനൻ രാശി പീസസ്, പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ഒടുവിലത്തെ 15 നാഴിക, ഉത്രട്ടാതി നക്ഷത്രം രേവതി. ജന്മശനിയും പഞ്ചമ സ്ഥാനത്ത് വ്യാജഗ്രഹവും
ലാഭസ്ഥാനത്തേക്ക് രാഹു പ്രവേശിക്കുന്ന കാലം, അല്ലെ പ്രവേശിച്ചു കൊണ്ടിരിക്കുന്ന കാലം. അതികഠിനമായിരുന്ന സാമ്പത്തിക ദുരന്തവും കഠിനമായ കുടുംബാദി വിഷമങ്ങളും സന്താനങ്ങളെ ചൊല്ലി ഉണ്ടായിരുന്ന വിവാദങ്ങളും വിഷമങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളും തൊഴിൽ മേഖലയിൽ ഉണ്ടായിരുന്ന അരാജകത്വവും സ്വന്തം ബന്ധമിത്ര ജനങ്ങളിൽ ഉണ്ടായിരുന്ന അകപ്പും വിദ്വേഷവും മാറ്റി നിർത്തപ്പെടലും അയിത്തവും അവനവൻ വ്യാപരിക്കുന്ന മേഖലകളിലും വിഹരിക്കുന്ന മേഖലകളിലും ഏർപ്പെടും കാര്യങ്ങളിലും ഉണ്ടായിരുന്ന തർക്ക വിതർക്കങ്ങളും കച്ചേരി കോടതി വിഷയങ്ങളും അധികാരസ്ഥാനത്തുണ്ടായിരുന്ന വിഷമങ്ങളും കലാരാഷ്ട്രീയ സാമുദായിക ട്രേഡ് യൂണിയനിലുണ്ടായിരുന്ന വിഷമങ്ങളും എല്ലാം മാറി സൗഭാഗ്യവും സന്തോഷവും മംഗളങ്ങളും സന്താനങ്ങൾക്ക് മേൽഗതിയും ഐശ്വര്യവും സന്താനങ്ങൾക്ക് നല്ല ഒരു ഉറപ്പുള്ള ഒരു ജീവിതവും അവരുടെ ലക്ഷ്യത്തിനും അവരെ മേലോട്ട് അയക്കുന്നതിനുള്ള ലക്ഷ്യങ്ങളും ഉടലെടുക്കുന്ന പിറവിയെടുക്കുന്ന ഒരു വർഷം. പ്രത്യേകിച്ച് നവംബർ മാസം 1 തീയതി മുതൽ അതിനുള്ളിലായി ഈ വക മേഖലകൾ കണ്ടെത്താനുള്ള സുവർണാവസരവും പുതിയ അധികാരവും പേരും പ്രസിദ്ധിയും തൊഴിലിൽ സ്ഥലം മാറ്റവും സ്ഥാനമാറ്റവും ഉണ്ടാവുന്ന കാലഘട്ടമാണ്. ഇണയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക മാനസിക പ്രയാസം, കാമുകി കാമുകന്മാർ അല്പം വൈമനസ്യത്തോടെ ഇരിക്കുന്ന സമയം, ദമ്പതികളിൽ അനാരോഗ്യം വിഷയം, സാമ്പത്തിക വിഷയത്തിൽ കൊടുക്കൽ വാങ്ങലുകളിൽ നവംബർ വരെ കടബാധ്യതകളൊക്കെ തീർക്കാൻ പറ്റിയൊരു അവസരം വന്നു ചേരും. അപ്രതീക്ഷിതമായ സാമ്പത്തിക ലബ്ധി ഉടലെടുക്കാനും പിറവിയെടുക്കാനും വിശിഷ്ട സേവാ മെഡലോ അങ്ങനെയുള്ളതൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യങ്ങളും, പ്രത്യേകിച്ച് ആഗസ്റ്റ് മാസം 17 മുതൽ സെപ്റ്റംബർ 17-നുള്ളിൽ ജനപിന്തുണയും ജനകരഘോഷവും വിപ്ലവകരമായ മാറ്റങ്ങളും ഉണ്ടാവേണ്ട കാലഘട്ടം. ഇത്തരം മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് അനുകൂലം, ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കിട്ടാൻ സാധ്യത, ജോലിയിൽ ഇരിക്കുന്നവർക്ക് പേരും പ്രസിദ്ധിയും അംഗീകാരവും, ഇത്തരം മേഖലകളിൽ വ്യാപരിക്കുന്നവർക്ക് ഈശ്വരാനുഗ്രഹം. ജാതക നിലയിൽ വ്യാഴഗ്രഹം, ശനിഗ്രഹം, രാഹുഗതുക്കൾ എന്നിവ ദുർബലമെങ്കിൽ അവയ്ക്ക് വേണ്ട പരിഹാരങ്ങൾ ചെയ്താൽ ജീവിത ലക്ഷ്യത്തിലേക്കും കടബാധ്യത തീരുന്നതിലേക്കും കഴിഞ്ഞ 6 വർഷമായി അല്ലെങ്കിൽ 7 വർഷമായി ഉണ്ടായിരുന്ന രോഗം, നിയമപ്രശ്നങ്ങൾ, തൊഴിൽ പ്രശ്നങ്ങൾ, സ്വന്തം ബന്ധമിത്ര പ്രശ്നങ്ങൾ, എല്ലാ ദുരിതങ്ങളിൽ നിന്നും ഒരു മോചനത്തിനുള്ള വഴികൾ തെളിഞ്ഞു വരുന്നതും ഈശ്വരാനുഗ്രഹത്താൽ ഉന്നത വ്യക്തികളുമായി ബന്ധപ്പെടാനുള്ള അവസരവും അതുവഴി പല നേട്ടങ്ങളും ലക്ഷ്യം നിറവേറ്റാനും പറ്റിയൊരു കാലഘട്ടം. എങ്കിലും ശത്രുക്കളുടെ കിംവദന്തികളും വെല്ലുവിളികളും രഹസ്യമായ ഗുപ്തമായ ശത്രുതകളും ഒളിയമ്പുകളും പ്രതീക്ഷിക്കണം. മൗനം ആയിരിക്കും നല്ലത്. കഴിവതും സ്നേഹമായിട്ടിരിക്കുന്നവരോടും വിരോധികളോടും അധിക സംഭാഷണങ്ങൾ മുതിരാതിരിക്കുക. കലാകായിക രംഗത്ത് നിൽക്കുന്നവർക്ക് സുവർണാവസരങ്ങൾ വീണ് കിട്ടും. നവംബർ മാസം മുതൽ പരീക്ഷണഘട്ടങ്ങൾ വീണ്ടും 2-3 മാസത്തേക്ക് തുടങ്ങുകയാണ്. ഇപ്പം നിലവിൽ വന്നു ചേരുന്ന ഭാഗ്യങ്ങൾ ചോർന്നു പോകാതിരിക്കുവാൻ പ്രത്യേകം ജാതക നില പരിശോധിച്ച് ചെയ്യേണ്ടതാണ്. ഇപ്രകാരങ്ങൾ നോക്കി ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്തു പുഷ്ടിമയുണ്ടായി, ലക്ഷ്യപ്രാപ്തി ഉണ്ടായി, ഈശ്വരാനുഗ്രഹം എന്ന് കണ്ടാൽ വീണ്ടും ബന്ധപ്പെടുക. നല്ല ഓണക്കാലം, സൗഖ്യമായി ജീവിക്കട്ടെ. വരും എപ്പിസോഡ് വരെ കാണും വരെ എല്ലാവർക്കും മംഗളങ്ങൾ സംഭവിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
ശർമാജി പറഞ്ഞ പുതുവർഷത്തെ രാശിഫലം എല്ലാവരും കേട്ടല്ലോ. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ സന്തോഷത്തോടെ പുതുവർഷത്തെ വരവേൽക്കുക, ആസ്വദിക്കുക. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഭാഗ്യവാരോ